പരിചയം, 2 വചനത്തിൻ്റെ വാളും എടുക്കത്തക്ക നിലയിൽ ആ വ്യക്തിയെ കർത്താവ് തന്നെ പ്രിപ്പയർ ആക്കുന്നു. അങ്ങനെ ആ വ്യക്തി സുവിശേഷത്തിൻ്റെ ചെരുപ്പണിയുന്നു, സത്യത്തിൻ്റെ ബെൽറ്റ് കെട്ടുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് നമ്മൾ ഈ വചനം എന്ന വാള് ഒന്ന് പറഞ്ഞേ. വചനം എന്ന വാള് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും പെട്ടെന്ന് കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് പ്രതിരോധിക്കാനും ഉള്ള ആയുധങ്ങളുണ്ട്. പ്രതിരോധിക്കാൻ ഒഫൻസീവും ഉണ്ട്, ഡിഫെൻസീവും ഉണ്ട്. പ്രതിരോധിക്കാനുള്ളതുമുണ്ട്, ആക്രമിക്കാനുള്ളതുമുണ്ട്. ഇപ്പം ഈ ദൈവത്തിൻ്റെ സർവായുധ വർഗത്തിൽ കർത്താവ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന വാള് അത് പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളതല്ല. അതേസമയം പരിച എന്തിനു വേണ്ടിയുള്ളതാ? പറഞ്ഞോട്ടെ. ഷീൽഡ് എന്തിനു വേണ്ടിയുള്ളതാ? ഷോർഡ് എന്തിനു വേണ്ടിയുള്ളതാ? വെട്ട്, ആക്രമിക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ കവചം എന്തിനു വേണ്ടിയുള്ളതാ? പറഞ്ഞേ. ഒഫൻസീവാണ്, ഡിഫെൻസീവാണ്? ആക്രമിക്കാൻ വേണ്ടിയുള്ളതാണ്, സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്? സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ പ്രയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാന മേഖലയാണ് വചനമെന്ന വാള്. വചനമെന്ന വാള്. ഈ വചനമെന്ന വാള് ഉപയോഗിക്കുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണമേ. അതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ 2012 ഒത്തിരി ഘട്ടങ്ങളിലൂടെ നമ്മൾ പലരും കടന്നു പോയിട്ടുണ്ട്. ഈ കടന്നുപോയ ഘട്ടങ്ങൾ നമ്മൾക്ക് പലർക്കും പല മുറിവുകൾ സമ്പാദിച്ചിട്ടുണ്ട്, പല വേദനകൾ സമ്പാദിച്ചു തന്നിട്ടുണ്ട്. തീർക്കാൻ പറ്റാത്ത നിരാശ കഴിഞ്ഞ വർഷം പ്രദാനം ചെയ്തവര് ഇവിടെ കണ്ടേക്കാം. അടക്കാനാവാത്ത സന്തോഷം കഴിഞ്ഞ വർഷം കിട്ടിയവർ ഇവിടെ കണ്ടേക്കാം. എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വിസ്മരിക്കാനാവാത്ത മുറിവുകൾ കിട്ടിയവർ ഇവിടെ കണ്ടേക്കാം. അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ഇന്നർ ഹീലിംഗ് ആണ്, ഒരു ആന്തരിക സൗഖ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പദമാണ്, അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാം പദം. ആ പദം ഇങ്ങനെയാണ്. നമ്മുടെ ജെറിക്കോയിലേക്ക്, യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയില്ലേ? ആരാ? സ്റ്റോറി? കച്ചവടക്കാരൻ. ശമരിയക്കാരനല്ലല്ലോ പോയി, കച്ചവടക്കാരനല്ലേ പോയി. ബിസിനസ്മാൻ ഇങ്ങനെ എവിടുന്ന് പോയി? ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക്, എരിഹോവിലേക്ക് പോകുന്ന വഴിക്ക് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു. നിങ്ങൾ ആ ഭാഗത്ത് വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ആക്രമിച്ചവരാരും ആ മനുഷ്യന്റെ സ്വത്ത് അപഹരിച്ചു എന്നവിടെ എഴുതിയിട്ടില്ല. നിങ്ങളോട് വായിച്ചു നോക്കി. അവന്റെ സ്വത്ത് അപഹരിച്ചെന്നോ അവന്റെ കയ്യിലുണ്ടായിരുന്ന മോഷ്ടിച്ചോണ്ട് പോയെന്നോ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രധാന പദമുണ്ട്. അവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വഴിയിൽ വിട്ടേച്ചു പോയി. പറഞ്ഞ പദം, അവനെ മുറിവേൽപ്പിച്ച്, അവനെ വൂണ്ടഡായിട്ട് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വഴിയിൽ വിട്ടേച്ചു പോയി. അപ്പൊ ഈ യാത്ര, ഇപ്പം ക്രിസ്ത്യൻ ലൈഫിനെ ഞാൻ ഒരു ജേർണിയോട് കമ്പയർ ചെയ്ത് പറയാം. ഈ യാത്രയിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വലിയ വസ്തുതയുണ്ട്. നമ്മൾ ഈ യാത്രയിലാണ്. ഇപ്പൊ യെരുശലേം, എരിക്കോ ഇതൊന്നും അല്ല എൻ്റെ വിഷയം. നമ്മൾ ഈ യാത്രയിലാണ്. ഈ യാത്രയിൽ സാത്താന്റെ പ്രഹരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഹരമാണ് മുറിവേറ്റവരായിട്ട് നമ്മെ വീഴ്ത്തുക എന്നുള്ളത്. എത്ര പേര് കേട്ടു? അത് മുറിവ് പറഞ്ഞേ മുറിവ് വരുത്തി നമ്മെ വഴിയിൽ ഇട്ടേച്ചു പോകും. അപ്പൊ അതിനെ ഉപയോഗിക്കുന്നത് ചിലപ്പം നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കും. കാരണം സ്നേഹിച്ചവരിലൂടെ അതുണ്ടാകുന്നതെങ്കിൽ ആ മുറിവിന്റെ ആഴം എന്ത് ചെയ്യും? കൂടും, ആഴം വർദ്ധിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഉപയോഗിക്കുന്നത് സ്നേഹിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഉപയോഗിക്കുന്നത് ഒട്ടും നമുക്ക് പ്രാധാന്യം ഇല്ലെന്ന് നമ്മൾ കൽപ്പിക്കുന്നവരായിരിക്കും. അപ്പൊ നമുക്ക് അത്ര മുറിവ് ഉണ്ടാകത്തില്ല. എന്നാൽ മുറിവ് കൂടുതലും കുറവും ഒക്കെ ഉണ്ടാക്കണം. എന്തായാലും മുറിവ് ഉണ്ടാക്കുക എന്നത് സാത്താന്റെ തന്ത്രമാണ്. ഈ മുറിവുമായിട്ട് വഴിയിൽ വീട് കിടക്കുന്ന ഒരാളെ നോക്കി സാത്താൻ പല്ലിളിച്ച് പറയുന്ന ഒരു പദമുണ്ട്: ഇവൻ ഒരിടത്തും എത്തത്തില്ല, ഇവനെ തേടി ആരും വരത്തുമില്ല. കേൾക്കുന്നോ നിങ്ങൾ എന്നെ? ഇവൻ ഒരിടത്തും എത്തത്തുമില്ല, ഇവനെ തേടി ആരും വരത്തുമില്ല. ഇവൻ ഈ മുറിവിലൂടെ ചോര വാർന്നൊഴുകി എന്ത് ചെയ്യും? ഇവിടെ തന്നെ കിടന്ന് വഴി തീരും. ഇതാണ് സാത്താന്റെ പദ്ധതി. കഴിഞ്ഞ 2012 നിങ്ങളെയും എന്നെയും നോക്കി സാത്താൻ പുഞ്ചിരിച്ച് പറഞ്ഞ ഒരു ഭയങ്കര പ്രയോഗമായത്: ഇന്ന വ്യക്തിയിലൂടെ ആ വ്യക്തിക്ക് തീർത്താൽ തീരാത്ത ഒരു മുറിവുണ്ടായിരിക്കുന്നു, ഇന്ന വ്യക്തിയിലൂടെ ആ വ്യക്തിക്ക് ഭയങ്കരമായൊരു കളങ്കം വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ ചിന്തിച്ചു നോക്കണം, അവൻ നിന്നെ തകർത്തു, അവൻ നിന്നെ മുടിച്ചു, അവൻ നിനക്ക് വിരോധമായി പറഞ്ഞു. അപ്പൊ ആ വ്യക്തിയോടുള്ള മുറിവ് കൊണ്ട് നീ ഇവിടെ കിടക്കണം.
നീ ഇവിടെ കിടന്നിട്ട് 2012 നീ രക്തം വാർന്നൊഴുകി ചാകുന്നവനെ പോലെ ഇവിടെ കിടക്കണം. ഇതാണ് സാത്താൻ്റെ ആഗ്രഹം. പക്ഷേ ഇവിടെ ഇന്ന് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം എന്നാണെന്നറിയോ? നിങ്ങളുടെ മുറിവുകളെ കെട്ടി നിങ്ങളെ വഴിയമ്പലത്തിലാക്കി നിങ്ങളെ കരിയിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 2012 മുറിവുകൾ 2013 അനുവദിച്ചുകൂടാ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞ് 2012 മുറിവുകൾ, വേദനകൾ 2013 അനുവദിച്ചുകൂടാ. അതിനെ കുഴിച്ചു മൂടിയിട്ടേ ഈ പുതിയ വർഷത്തിലേക്ക് പോകാവുള്ളൂ. അതിനെ കുഴിച്ചു മൂടിയിട്ടെ, അടുത്തിരിക്കുന്ന അതിനെ കുഴിച്ചു മൂടിയിട്ടേ ഈ പുതിയ ആണ്ടിലേക്ക് പോകാവുള്ളൂ. ഈ പുതിയ വർഷത്തിലേക്ക് പോകുന്നതിന് മുമ്പേ പഴയ സകല മുറിവുകളെയും കുഴിച്ചു മൂടിയിട്ടേ ഈ പുതിയ ആണ്ടിലേക്ക് പോകാവുള്ളൂ. ഹല്ലേലൂയ. ഇതിനെ നിങ്ങളെ സന്ദർശിക്കാൻ, ഇന്ന് നിങ്ങളെ വഴിയമ്പലത്തിലാക്കാൻ ഒരു നല്ല ശമരിയക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. അവൻ ഇന്ന് നോക്കുന്നത് മുറിവേറ്റവരെയാണ്. എവിടെ മുറിവേറ്റവരെ കണ്ടോ അവരെ അവിടുന്ന് വഴിയമ്പലത്തിലാക്കി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വഴിയമ്പലത്തെയും കർത്താവ് തുറന്നിട്ടുണ്ട്. ആ വഴിയമ്പലത്തിൽ ആ ഗുഡ് സമരിട്ടൻ ആക്കാനും റെഡി ആയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വരുന്നവരോട് കേൾക്കട്ടെ, ഇതൊരു ക്ലോസ്ഡ് സെഷൻ ആയതുകൊണ്ടാണ് ഈ പുറകിലിരിക്കാൻ നിങ്ങളോട് മുമ്പിലോട്ട് ഇരിക്കണമെന്ന് പറഞ്ഞ്. സോ പുറകിലിരിക്കുന്നവരോട് ഈ ഒരു സർക്കിളിലേക്ക് ഒന്ന് അടുത്തിരിക്കാമെങ്കിൽ ദാറ്റ് വിൽ ബി അപ്രീഷിയേറ്റബിൾ. പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് നിങ്ങൾ ഈ മാക്സിമം ഒന്ന് അടുത്തിരുന്നാട്ട്. ഓക്കെ, ഒരു ടോക്കിംഗ് സെഷൻ പോലെയായി ഈ സെഷൻ. ഒരു ഹാഫ് ആൻ അവർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞേ, അനുവദിച്ചു കൊടുക്കരുത് 2012 മുറിവുകളെ 2013 അനുവദിച്ചു കൊടുക്കരുത്. അതിന് മുമ്പേ എന്ത് ചെയ്യണം? അതിനെ ശമരിയക്കാരൻ ട്രീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വഴിയമ്പലത്തിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അതിൻ്റെ മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. പക്ഷേ ഇന്ന് ഈ വഴിയമ്പലം എവിടെയാണ് ഉള്ളത്? വഴിയമ്പലം എവിടെയില്ല. വഴിയമ്പലം എന്ന് ഉദ്ദേശിക്കുന്നത് സത്രമാണ്. അന്നത്തെ കാലത്ത് ഇതുപോലുള്ള ഹോസ്പിറ്റലോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ കാഷ്വാലിറ്റിയോ സെൻ്ററുകളോ ഒന്നുമില്ല. അപ്പം ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ഉടനെ വഴിയമ്പലത്തിലാക്കുന്ന, അവിടെ പോയി എണ്ണ തേച്ചോ അല്ലെങ്കിൽ അങ്ങനെ സുഖം വരുത്തുന്ന ക്രിയ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഇത് മോഡേൺ വേൾഡാണ്. ഫസ്റ്റ് എയ്ഡ് ഇല്ലാത്ത വണ്ടികളില്ല. സോ കാഷ്വാലിറ്റി എവിടെ അവൈലബിൾ ആണ്, ആർക്കും എവിടെ വെച്ചും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് അല്ല, ഒരു ലാസ്റ്റ് എയ്ഡ് തന്നെ നിങ്ങൾക്ക് കർത്താവ് തരാൻ പോവുക. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. ആമേൻ. എന്താ കർത്താവ് ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഹീബ്രൂസ് 4:12 നമ്മൾ വരും. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വചനം എന്താ ചെയ്യുന്നത് നിങ്ങൾ അറിയണം. ഈ ഇരുവായ്ത്തലയുള്ള വാൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ അറിയണം. ഈ ഒരാൾ വാർഫെയറിന് വേണ്ടി നിൽക്കുമ്പോൾ അയാൾക്ക് പരിച പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ത്? വലം കയ്യിൽ എടുത്തിരിക്കുന്ന ഇരുവായ്ത്തലയുള്ള വാള്. ഹീബ്രൂസ് 4:12 നിങ്ങളൊന്ന് കേൾക്കണം. ഹീബ്രൂസ് 4:12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. ഇരുവായ്ത്തലയുള്ള ഏത് ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ടോപ്പിക്, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും. അടുത്തത് പ്രാണൻ, ആത്മാവ്, സന്ധിമജ്ജ. പറഞ്ഞേ, പ്രാണൻ, ആത്മാവ്, സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും ഭാവന അടുത്തത് വിവേചിക്കുന്നതുമാകുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഞാൻ ഇതാ പറയാൻ ആഗ്രഹിക്കുന്നത്, 2012 ഒരു മുറിവ് പോലും 2013 നിങ്ങൾ അനുവദിച്ചുകൂടാ. ഓക്കെ, അതിനെ അനുവദിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഒരു സർജറി നടക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഹല്ലേലൂയ. സർജറി നടക്കാനുള്ള കത്തി തയ്യാറാണ്. കത്തി ഇതാ റെഡി ആയിരിക്കുന്നു. ഹീബ്രു 4:12 എന്താ കത്തിയുടെ പേര്? ദൈവത്തിന്റെ വചനം. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതായ ദൈവത്തിന്റെ വചനം ഇന്നൊരു സർജറി ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. ആന്തരിക മുറിവുകളെ അതിനകത്തുള്ളതിനെ എടുത്ത് കീറി മുറിച്ച് അതിനെ എടുത്ത് വേർപിടിപ്പിക്കാൻ ദൈവത്തിന്റെ വചനം സർജറി ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ഈ മുറിവുകൾ കൊണ്ട് നിങ്ങൾ അടുത്ത വർഷവും തുടരണമെന്നാണ് സാത്താൻ്റെ ആഗ്രഹം. പക്ഷെ തുറന്നു പറയുക, എന്നെ ഉപദ്രവിച്ചവരെ കുറിച്ചുള്ള ചിത്രം എൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ ഇരുന്ന് ഞാൻ ആ വ്യക്തികളോട് മനഃപൂർവ്വമായി ക്ഷമിക്കുകയാണ്. കാരണം ഞാൻ ഈ മുറിവ് നിമിത്തം വഴിയിൽ വീഴുന്നത് കാണാൻ അവൻ കാത്തിരിക്കുന്നു. ഞാൻ അനുവദിച്ചു കൊടുക്കത്തില്ല. ഞാൻ വഴി തീരേണ്ടവനല്ല, ഞാൻ യേശുവിൻ്റെ കൂടെ പോകേണ്ടവനാ. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അപ്പം എവിടെയാണ് ഈ മുറിവ്? ഈ മുറിവ് കയ്യിലാണ്. കയ്യിലുണ്ടായ മുറിവുകളൊക്കെ നോക്കി ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേളിലൊരു കറുത്ത പൊറ്റം വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തോ ചെയ്തപ്പോൾ പൊറ്റൻ പൊളിഞ്ഞു പോയി. കയ്യിലുണ്ടായ മുറിവ് കരിഞ്ഞിട്ടുണ്ടല്ലേ. ശരീരത്തെ എവിടെയൊക്കെയോ ഉണ്ടായിട്ടുള്ള മുറിവുകൾ നോക്കി, എവിടെ ഉണ്ടായാലും ആ മുറിവ് മാക്സിമം 1 മാസം, അല്ലെ പിന്നെ ഹൈ ഷുഗറൊക്കെ ആയിട്ട് മുറിച്ചൊക്കെ കളയേണ്ട അവസ്ഥയിലായിരിക്കും. എന്നാൽ പോലും നോർമലി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 1-1.5-2 ആഴ്ച കൊണ്ടൊക്കെ, ചോദിച്ചാൽ മിണ്ടുന്നില്ലല്ലോ, 1-1.5-2 ആഴ്ച കൊണ്ടൊക്കെ മുറിവുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കരിഞ്ഞു പോകാറുണ്ട്. ശരീരത്തിലേറ്റ മുറിവുകൾ 2, 2.5, 1, 1.5 ആഴ്ചകൾ കൊണ്ട് കരിഞ്ഞു പോകും. പക്ഷെ ഈ മനസ്സിനേറ്റ മുറിവുകൾ അങ്ങനെ കരിയത്തില്ല. കാരണം മനസ്സിനെ ട്രീറ്റ് ചെയ്യാൻ ഓയിൽമെന്റിന് കഴിയുകയില്ല. മനസ്സിനെ ട്രീറ്റ് ചെയ്യുവാൻ ആന്റിബയോട്ടിക്കിന് കഴിയുകയില്ല. മനസ്സിനെ കരിയിക്കുവാൻ വേറൊരു മനുഷ്യനും കഴിയുകയില്ല. മനസ്സിനെ കരിയിക്കാൻ, മനസ്സിനെ തൊടാൻ മനസ്സിന്റെ ഉടമസ്ഥനായ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. മനനം ചെയ്യുന്ന മനുഷ്യന് ദൈവം കൊടുത്ത മനസ്സ് ശ്രദ്ധിച്ചോ. മനനം ചെയ്യുന്നവനെയാ മനുഷ്യനെന്ന് വിളിക്കുന്നത്, അഥവാ മനസ്സുള്ളവനെയാ മനുഷ്യനെന്ന് വിളിക്കുന്നത്. മനസ്സുള്ള മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് അവനിലെ ആത്മാവും അവൻ്റെ ദേഹിയും അവൻ്റെ ദേഹവും. ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്പ്, ഇപ്പം ബ്രാൻഡഡ് കാറ് ഇവിടുത്തെ ലോക്കൽ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുചെന്നാൽ അവർ പറയും, അയ്യോ ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ പോലും അറിയത്തില്ല. അതേസമയം അത് ഉണ്ടാക്കിയ കമ്പനിയുടെ അടുത്തോട്ട് കൊണ്ടുചെന്ന് നോക്കി മിനിറ്റ് കൊണ്ട് അവർ പരിഹരിച്ചു തരും. എന്നാ കാര്യം? അവരതിൻ്റെ മേക്കേഴ്സാ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അവരതിൻ്റെ മേക്കേഴ്സാ. ഒരു മേക്കർക്ക്, ഒരു ക്രിയേറ്റർക്ക്, അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിന് ആ സൃഷ്ടിയെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ സൃഷ്ടാവിന് നിങ്ങളുടെ മനസ്സിനെ വേഗത്തിൽ തൊടാനും സൗഖ്യമാക്കാനും കഴിയും. പക്ഷെ അതിന് ആകെപ്പാടെ നമ്മുടെ ഭാഗത്തുനിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് ഒരു വിധേയത്വം മാത്രമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഓപ്പറേഷൻ ടേബിളിൽ ഒരു രോഗി സബ്മിസീവായി കിടന്നു കൊടുക്കുന്ന പോലെ കർത്താവിൻ്റെ സർജറിക്ക്, വചനത്തിൻ്റെ സർജറിക്ക് നിങ്ങളൊന്ന് കടന്നു കൊടുക്കാൻ തയ്യാറായാൽ ആന്തരിക മുറിവുകളെ എണ്ണ തേച്ചല്ല, സാക്ഷാൽ യേശുവിനെ വെച്ച് കരിയിപ്പിക്കാൻ ഇന്ന് കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. മനസ്സിനേറ്റ മുറിവുകൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനായി പോവുകയാണ്. നമുക്ക് മനസ്സിൻ്റെ 3 തലങ്ങളാണ് പ്രധാനമായിട്ട് തിരിച്ചറിയേണ്ടത്. നാം ഇപ്പോൾ ഇരിക്കുന്നതിനെ ഈ തലത്തെ ബോധമനസ്സ് എന്ന് വിളിക്കുന്നു. പറഞ്ഞാട്ടെ, ബോധമനസ്സെന്ന് പറഞ്ഞാൽ ആ നടന്നു പോകുന്ന വ്യക്തി, നമ്മുടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരനാ, മുണ്ടെടുത്ത് ആ വ്യക്തി നടന്നു പോകുന്നു. അതിന് മുമ്പിൽ പോകുന്നു, നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്ന സഹോദരനാ. അവർ രണ്ടുപേരെയും കാണുന്നു. ഇതാരും അബോധ മനസ്സിലല്ല കണ്ടേ, എല്ലാവരും ബോധമനസ്സിലാണ് കണ്ടത്. ആ നടന്നു പോകുന്നയാളുടെ ഉടുപ്പ് നമുക്ക് ഓർമ്മയുണ്ട്. ആ നടന്നു പോകുന്നയാൾ ഉടുത്ത മുണ്ട് നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ് നമുക്ക് ഓർമ്മയുണ്ട്. ഇത് കണ്ടതും ഇത് കേട്ടതും എല്ലാം ബോധമനസ്സിലാ. പറഞ്ഞാട്ടെ, ബോധമനസ്സിലാ. എന്നാൽ മനസ്സിന്റെ 1ാമത്തെ തട്ട് ബോധമനസ്സാണെങ്കിൽ രണ്ടാമത്തെ തട്ടാണ് അബോധ മനസ്സ്. പറഞ്ഞേ, എൻ്റെ കൂടെ ഇല്ലേ? ബോധമനസ്സ്, അബോധ മനസ്സ്, ഉബോധ മനസ്സ്. കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ പറഞ്ഞു. ബോധമനസ്സിലെല്ലാം കാണുന്നു. പക്ഷേ കാണുന്ന ചിലത് അബോധ മനസ്സിലേക്ക് തള്ളപ്പെടുന്നു. അബോധ മനസ്സിൽ നിന്ന് ചിലത് ഉബോധ മനസ്സിലേക്ക് തള്ളപ്പെടുന്നു. എത്ര പേരിനെ കേൾക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അച്ഛന് മനസ്സിലാവുന്നോ ഞാൻ പറയുന്നേ? എന്താ പറഞ്ഞതിൻ്റെ ആശയം? ചങ്ങനാശ്ശേരിക്ക് വരികയായിരുന്നു. ചങ്ങനാശ്ശേരിക്ക് വരുന്നത് ബോധമനസ്സിലാ അല്ലേ? ചങ്ങനാശ്ശേരിക്ക് വരുന്ന വഴിക്ക് ഒത്തിരി കാര്യങ്ങൾ കണ്ടു, അതെല്ലാം ബോധമനസ്സിലാ കണ്ടേ. പക്ഷേ ആ ട്രാഫിക്കിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വന്നപ്പോൾ ഒരു വണ്ടി അവിടെ ഇടിച്ചു. അത് ബോധമനസ്സിൽ കണ്ടതാണ്. പക്ഷേ ആ ചിന്ത ഇപ്പൊ എങ്ങോട്ട് പോയിട്ടുണ്ടെന്നറിയോ? അബോധ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ തെളിവാണ് പിന്നെ അതിനെക്കുറിച്ച് ഓർക്കുമ്പം നമുക്കുണ്ടാകുന്ന ഭയം. എത്ര പേരെന്നെ എന്നെ കേൾക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചങ്ങനാശ്ശേരിക്ക് വരുന്ന വഴിക്ക് എല്ലാവരും കണ്ടതാ, റോഡിലുള്ള ബസ്സുകളും വണ്ടികളും എല്ലാം കണ്ടതാ. പക്ഷെ എല്ലാ വണ്ടിയുടെയും പേര് ഓർക്കുന്നുണ്ടോ? എതിരെ വന്ന എല്ലാ വണ്ടിയുടെയും കളർ ഓർക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ
ഒരു വണ്ടി ഇടിച്ചു മറിഞ്ഞ് അവിടെ കിടന്നാൽ നിങ്ങൾ പറയും ആ വെള്ള പെയിന്റ് അടിച്ച വണ്ടി അവിടെ ഇടിച്ചു മറിഞ്ഞ് കിടക്കുന്നത് ഞാൻ കണ്ടതാ. എന്നാ കാര്യം? ബോധ മനസ്സിൽ നിന്ന് അടുത്ത തട്ടിലേക്ക് ആ ഓർമ്മ നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഇതിനടിയിലും ഇത് മനസ്സിന്റെ ആ തലത്തെ മൂന്ന് അരിപ്പകളായിട്ട് ഞാൻ വിശേഷിപ്പിക്കാം. ഒന്നാമത്തേത് ഇച്ചിരി അരിപ്പൊടി ഒക്കെ അരിക്കുന്നവർക്കറിയാം. ഒന്നാമത്തേത് എല്ലാം വീഴാത്ത ഒരു അരിപ്പ. എന്നാൽ രണ്ടാമത്തേത് ഇച്ചിരി പൊടിയായിട്ടുള്ളതെല്ലാം വീഴുന്ന ഒരു അരിപ്പ. എന്നാൽ മൂന്നാമത്തേത് തീർത്തും നൈസായിട്ടുള്ളതെല്ലാം വീഴുന്ന അവസ്ഥ. ഇതുപോലെ തന്നെയാണ് മനസ്സിന്റെ ഒന്നാമത്തെ തട്ട് എല്ലാം ഒന്നും കയറിയിരിക്കാറില്ല. പക്ഷെ മനസ്സിന്റെ രണ്ടാമത്തെ തട്ട് ചിലത് കയറിയിരിക്കാറുണ്ട്. മനസ്സിന്റെ മൂന്നാമത്തെ തട്ട് ചിലത് കയറിയിരിക്കാറുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ബോധ മനസ്സിലും അബോധ മനസ്സിലും ഉബോധ മനസ്സിലും മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ടത്, കേട്ടത്, പറഞ്ഞത്, അറിഞ്ഞത്, സ്പർശിച്ചത്, ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളെല്ലാം നിങ്ങളിൽ ആന്തരിക മുറിവുകളായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാവിലെ നിങ്ങൾ കർത്താവിന് വിധേയപ്പെട്ട് കൊടുക്കുകയാണ് എങ്കിൽ യേശു ചെയ്യാൻ പോകുന്ന കാര്യം എന്നാണെന്നറിയോ? നിങ്ങളുടെ ബോധ മനസ്സിലുള്ള മുറിവുകളെ, അബോധ മനസ്സിലുള്ള മുറിവുകളെ, ഉബോധ മനസ്സിലുള്ള മുറിവുകളെ, മനസ്സിന്റെ 3 തലങ്ങളെയും യേശു വന്ന് സ്പർശിക്കാനായിട്ട് പോവുകയാണ്. എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണെന്നറിയാമോ? ഈ സെക്കൻഡിൽ തന്നെ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വൈകാരികമായി ഒരു വിഷയത്തോട് വൈകാരികമായി നിങ്ങളുടെ ഉള്ളിലുണ്ടായ പ്രതികരണത്തെ പോലും ഇന്ന് സ്പർശിക്കാൻ കർത്താവിന് കഴിയും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചേ. ഒരാൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കാണിക്കാം. കസേര ഇരിക്കുന്ന ചേട്ടനെ തന്നെ വിളിക്കാം. സോ ഇറ്റ്സ് വെരി ഈസി. നോ ഓക്കെ. ഇദ്ദേഹത്തിന് 2011 അവസാനം ഒരു വലിയ മുറിവുണ്ടായി. എന്താണെന്നറിയോ? പ്രാണനെ പോലെ സ്നേഹിച്ച ഒരു സ്നേഹിതൻ കുതികാല് വെട്ടി ഇദ്ദേഹത്തിന്റെ പതനത്തിന് കാരണഭൂതനായി. ചുമ്മാ പറയുന്നതാണ്, അദ്ദേഹത്തിന് അങ്ങനെ മുറിവുകളൊന്നുമില്ല. 2011 അവസാനത്തിലുണ്ടായ മുറിവാണത്. അന്ന് ആ വിഷയത്തിൽ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു. നിലത്ത് കിടന്ന് ഉരുണ്ടു. അന്ന് ഫോൺ ചെയ്തവരോടെല്ലാം ദേഷ്യപ്പെട്ടു. എനിക്ക് ഒരു തരത്തിലും അതിനെ അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഞാൻ സ്നേഹിച്ച വ്യക്തി, എന്നാലും എന്നോടിത് ചെയ്തല്ലോ. എടാ, ഞാൻ നിനക്ക് എന്ത് ദോഷമാടാ ചെയ്തേ, എന്നാലും നീ എന്നോടിത് ചെയ്തല്ലോ. അന്ന് മനസ്സിനകത്തുണ്ടായ ആ മുറിവുകളെ പല രീതിയിൽ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തു. ചില വേളകളിൽ നിങ്ങൾ ആരോടൊക്കെയോ ദേഷ്യപ്പെട്ട് തീർത്തു. ചില വേളകളിൽ കാണുന്നതിനോടൊക്കെ ദേഷ്യമായിട്ട് നിങ്ങൾ പ്രതികരിച്ചു. പക്ഷേ നിങ്ങൾക്കറിയാമോ, മാസങ്ങളും ദിവസങ്ങളും ഒക്കെ കഴിഞ്ഞു പോയെങ്കിലും ഇപ്പോഴും ആ മുറിവ് അന്നുണ്ടാക്കിയ ഒരു പാട് ഇതിനകത്ത് കിടപ്പുണ്ട്. വർഷം 2011 കഴിഞ്ഞു, 2012 ഇതാണ്ട് തീരാൻ പോകുന്നു. പക്ഷെ ഇപ്പോഴും ഉപദ്രവിച്ച ആ ഷംസുദ്ദീൻ, അല്ലെങ്കിൽ ശശിധരൻ, അല്ലെങ്കിൽ തോമസ്, അല്ലെങ്കിൽ മാത്യു എന്ന് ഓർക്കുമ്പം എവിടോ ഒരു വേദന. എന്നാ കാര്യമെന്നറിയാമോ? അത് കരിഞ്ഞിട്ടില്ല, അത് കരിയാതെ അകത്ത് കിടക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പിടികിട്ടിയില്ല. സംഭവം നടന്നത് 2011 അന്ന് അതിനോട് വളരെ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു. എങ്ങനെയൊക്കെ വൈകാരികമായി പ്രകടിപ്പിച്ചത്? നെഞ്ചത്തടിച്ച് തീർത്തവരുണ്ട്, തല പോയി ഭിത്തി ഇടിച്ച് തീർത്തവരുണ്ട്, നിലത്ത് കിടന്ന് ഉരുണ്ടവരുണ്ട്, അയ്യോ എന്നാൾത്ത് ഉറക്ക വിളിച്ച് പൊട്ടിക്കരഞ്ഞവരുണ്ട്. അന്ന് അതിനോട് പ്രതികരിച്ച് എല്ലാം വിട്ടു. എങ്കിലും ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ ഇന്നും ഷംസുദ്ദീൻ എന്ന് കേൾക്കുമ്പം, അല്ലെങ്കിൽ ആ ഉപദ്രവിച്ച വ്യക്തിയുടെ ചിത്രം വരുമ്പം വേഗത്തിലൊരു വേദന, വല്ലാത്ത ഒരു നൊമ്പരമാകത്ത്. എന്നാ കാര്യമെന്നറിയോ? ഇതുവരെ ആ മുറിവ് കരിഞ്ഞിട്ടില്ല. ആ മുറിവുണ്ടാക്കിയ പാടിപ്പോഴും അകത്ത് കിടപ്പുണ്ട്. യു നോ വാട്ട് മോഡേൺ മെഡിക്കൽ സയൻസ്? എന്താ മോഡേൺ മരുന്ന് ശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്താ പറയുന്നതെന്നറിയാമോ? ഇങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വിട്ടുപിരിയാത്ത, അല്ലെങ്കിൽ തുറന്നു പറയാത്ത, കരിയാത്ത മുറിവുകളാണ് രോഗങ്ങളുടെ കാരണം. ഹല്ലേലൂയ. ഹാർട്ട് ബ്ലോക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹാർട്ട് ബ്ലോക്കിനെ കുറിച്ച് അടുത്ത കാലത്ത് പഠനം നടത്തിയ ഈ ഗൂഗിളിലൊക്കെ പുറത്തു വന്ന റൈറ്റിങ്സ് ഉണ്ട്. നിങ്ങളത് വായിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഹാർട്ട് ബ്ലോക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുന്നത്? ഹാർട്ട് ബ്ലോക്ക് ചിലർ പറയും അത് ഫുഡിൻ്റെയാ, ചിലർ പറയും അത് കൊളസ്ട്രോൾ കൂടിയതാ, വേറെ ചിലർ പറയും അത് ഇത് കൂടിയതാ. പക്ഷെ മോഡേൺ മെഡിസിൻ കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? മോഡേൺ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? വിട്ടുപിരിയാൻ കഴിയാത്ത അമിത സംഘർഷം ഒരു വ്യക്തിയിൽ ഉളവാകുമ്പോൾ ഉത്ഭവിക്കപ്പെടുന്നതാണ് അവനിൽ ബ്ലോക്കായി മാറുന്ന, പ്രത്യേക ഒന്ന് പുറപ്പെടുവിച്ചിട്ട്
കഴിഞ്ഞിട്ടാണ് അത് ബ്ലോക്കായി ആ മനുഷ്യനിൽ മാറുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്കി, ഒരു മനുഷ്യന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമോഷൻസിന് രണ്ട് ഇമോഷൻസിന് ഒരു വ്യക്തിയിൽ വലിയ സ്വാധീനമുണ്ട്. 2011 ആ മുറിവുണ്ടായി, 2012 ആ മുറിവിൽ ജീവിച്ചു. ഇപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, എന്നെ ആരും സ്നേഹിക്കാൻ വരണ്ട, എനിക്ക് ആരുടെ സ്നേഹം വേണ്ട. എന്തുകൊണ്ടാ? സ്നേഹിച്ച ഷംസുദ്ദീൻ എന്നെ ചതിച്ചു, സ്നേഹിച്ച തോമസ് എന്നെ ചതിച്ചു, സ്നേഹിച്ച ശാലിനി ഓർ വാട്ടവർ എന്തോ ആയിക്കോട്ടെ പേര്, അവൾ എന്നെ ശാലിനിയൊക്കെ കൊണ്ട് ക്ഷമിച്ചേക്കണേ, അവൾ എന്നെ ക്ഷമിച്ചു, അവൾ എന്നെ ഉപദ്രവിച്ചു. അപ്പൊ ഇന്ന് കൈ ഉയർത്തി പറയുക, എന്നെ ആരും സ്നേഹിക്കാൻ വരണ്ട. ഇങ്ങനെ പറയുന്ന ഒരാൾ ഒരു മനോരോഗിയാണ്, അവന് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഏതൊക്കെയോ കിട്ടിയ സ്നേഹത്തിൽ നിന്നുള്ള ആന്തരിക മുറിവുകളിൽ നിന്നാണ്, നോ, എന്നെ ആരും സ്നേഹിക്കാൻ വരണ്ട, ലീവ് മീ അലോൺ, എന്നെ വെറുതെ വിട്, എന്നെ ആരും സ്നേഹിക്കാൻ വരണ്ട. എന്നാ പറ്റിയേ? സ്നേഹിച്ച വ്യക്തിയിൽ നിന്നുണ്ടായ, സ്നേഹിക്കപ്പെട്ട സാഹചര്യത്തിൽ നിന്നുണ്ടായ മുറിവുകൾ നിങ്ങളറിയാത്ത ഒരു രോക്ഷം സ്നേഹത്തോടെ നിങ്ങളിൽ ഉളവാക്കിയിരിക്കുകയാണ്. ഇപ്പൊ സ്നേഹമെന്ന് കേൾക്കുന്ന ഉടനെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത് ചതിച്ച ആ വ്യക്തിയുടെ ചിത്രമാണ്, ഉപദ്രവിച്ച ആ വ്യക്തിയുടെ ചിത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെ മുടിച്ച, നിങ്ങളെ തകർത്ത ആ വ്യക്തിയുടെ ചിത്രമാണ്. ഇതുകൊണ്ട് തന്നെ സ്നേഹമെന്ന വൈകാരികതയോട് പ്രതികരിക്കാൻ കഴിയാത്ത വ്യക്തിയായി നിങ്ങൾ മാറ്റപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വിവാഹം നടക്കുന്നത്. വിവാഹ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ കഴിയുകയില്ല. കാരണം ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുകയില്ല, ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുകയില്ല, ഒരു കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. എന്നാ കാര്യം? 98 ആ വ്യക്തിയോടുള്ള മുറിവിൽ എൻ്റെ അകത്ത് വന്ന ഒരു പാടുണ്ട്, അതിതുവരെ കരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏതെല്ലാം സർക്കംസ്റ്റാൻസസിലൂടെ ഞാൻ ഗോ ത്രൂ ചെയ്താലും എന്നെ കൊണ്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, പൊറുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ബാല്യത്തിലാകാം, കൗമാരത്തിലാകാം, യൗവനത്തിലായിരിക്കാം, ഇങ്ങനെ വന്നിട്ടുള്ള ആന്തരിക മുറിവുകൾ കരിഞ്ഞ് 2013 കയറാവുള്ളൂ. എന്നാൽ മാത്രമേ കർത്താവിന്റെ പ്രസാദം നിങ്ങളുടെ മേൽ വീഴുകയുള്ളൂ. എത്ര പേരെന്നെ കേൾക്കുന്നു? ലോകരാജ്യങ്ങളിൽ ഞങ്ങൾ വെബ്കാസ്റ്റിങ്ങിലൂടെ gracecommunity.in എന്ന വെബ്സൈറ്റിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളോട് പറയട്ടെ, ഈ ഒരു സെഷൻ സാധാരണ സെഷനിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇരുന്ന് ഒരു ടോക്കിംഗ് സെഷൻ പോലെ എടുത്തത് തന്നെ ഇന്ന് രാവിലെ, ഇന്ന് പ്രഭാതത്തിൽ വളരെ ശക്തമായി റോണി ബ്രദർ ഞാനുമായിട്ട് സംസാരിച്ചു. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പറഞ്ഞു, ഒരാന്തരിക മുറിവുകൾ കൊണ്ട് പലർക്കും ഈ 2013 അത് തന്നെ തുടരുന്ന നിലയിൽ സാത്താൻ കെട്ടിയിട്ടിരിക്കുകയാണ്. സോ ഒരു ഇന്നർ ഹീലിംഗിന്റെ സെഷൻ, ഒരു ആന്തരിക മുറിവ് സൗഖ്യത്തിന്റെ ഒരു സെക്ഷൻ, ആ ഒരു സെഷൻ തന്നെ എടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾ ഇരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരിക്കാം, മേ ബി നിങ്ങളുടെ കയ്യിൽ ഒരു മൗസ് ഉണ്ടാകാം, ഒരു പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും വിശ്രമിച്ചത് കേൾക്കുകയായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ആലോചന പറഞ്ഞ് അവസാനിക്കുന്നതിനിപ്പുറം അടുത്ത വർഷത്തെ വളരെ സന്തോഷത്തോടെ വിളിക്കുന്ന ഒരു വ്യക്തിയാക്കി നിങ്ങളെ കർത്താവ് മാറ്റാൻ പോകുകയാണ്. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാൽ. ഇന്ന് കർത്താവ് ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഓർമ്മയുടെ ഉറവിടത്തെ തന്നെ യേശു ഇന്ന് നശിപ്പിക്കാനായി പോകുകയാണ്. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അത് ചില സമയത്ത് കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാർ വരുമ്പോൾ, കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ള കാര്യമാണ്, ബ്രദറെ ഞാനിങ്ങനെയൊക്കെ ആകുന്നതിൻ്റെ ചില കാരണങ്ങളുണ്ട്. ബ്രദറിനെ അറിയാൻ മേലാഞ്ഞിട്ടാ. സമയം തന്നാൽ ഒരു 3-4 മണിക്കൂർ എടുത്ത് എനിക്ക് പറയത്തക്ക നിലയിലുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ സന്തോഷം കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിൽ ഞാൻ സ്നേഹം കണ്ടിട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും തമ്മിൽ, അപ്പനും അമ്മയും വിളിച്ച് നിങ്ങൾ സംസാരിച്ച് നോക്കിയോ, അവരുമായിട്ട് അരമണിക്കൂർ സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും മുറിവേറ്റ ഒരു അപ്പനും അമ്മയും ഇവന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ അപ്പനും അമ്മയും മുറിവ് മാത്രം ഈ കുഞ്ഞിന് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അപ്പനും അമ്മയ്ക്കും ഒരുപോലെ മനസ്സിനൊരു സൗഖ്യം ആവശ്യമാണ്. ആ മനസ്സിൻ്റെ സൗഖ്യം നടത്താൻ സൈക്കാട്രിസ്റ്റിന് കഴിയില്ല, സൈക്കോളജിസ്റ്റിനും കഴിയത്തില്ല. മനസ്സിനെ തന്നവന് കഴിയും, മനസ്സിനെ തന്നവന് കഴിയും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഇന്ന് നിങ്ങൾ യേശുവിനോട് തുറന്നു പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ കർത്താവ് സ്പർശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്തേ. സ്നേഹത്തോടുള്ള റിജക്ഷൻ, എനിക്ക് സ്നേഹം വേണ്ട, എനിക്ക് കരുതൽ വേണ്ട, ചിലപ്പം അതൊരു മുറിവിൽ നിന്നുള്ളതാണ്. പക്ഷെ ആ മുറിവ് കരിയാതെ 2013 പ്രവേശിക്കരുതേ. ഒരു വർഷവും കൂടെ വേസ്റ്റ് ആക്കരുത്. ഹലോ,
ഒരു വർഷവും കൂടെ വേസ്റ്റ് ആക്കരുത്. കഴിഞ്ഞ വർഷം മുഴുവൻ മുറിവ് കൊണ്ട് മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ ഡിഫെൻഡ് ചെയ്ത് മാറി നിൽക്കുകയായിരുന്നു. എന്നെ ആരും സ്നേഹിക്കണ്ട, എൻ്റെ അടുത്തോട്ട് ആരും വരണ്ട, എൻ്റെ അഭിപ്രായം ആരും കേൾക്കുന്നില്ല, ഞാൻ എന്നും അല്ലേലും എല്ലാ കാലത്തും എനിക്ക് റിജക്ഷനേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴേ അറിയാതെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അല്ലേലും എല്ലാ കാലത്തും എനിക്ക് റിജക്ഷനേ ഉണ്ടായിട്ടുള്ളൂ, എൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരിടത്ത് സ്വാതന്ത്ര്യമില്ല. വീട്ടിൽ ഞാൻ എന്നിലും പറഞ്ഞ ഉടനെ മിണ്ടാതിരിയടാ അടിച്ചമർത്തലേ എനിക്ക് എല്ലാ കാലത്തും ലഭിച്ചിട്ടുള്ളൂ. ഞാൻ വിവാഹം കഴിച്ചപ്പോഴെങ്കിലും ചിന്തിച്ചു എനിക്കൊരു നല്ല എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കൊന്ന് തുറന്നു പറയാൻ പറ്റുമെന്ന്. പക്ഷെ വിവാഹശേഷം എനിക്ക് ലഭിച്ചത് അയ്യോ ഇങ്ങനത്തെ ഒരു കുടുംബജീവിതമാണല്ലോ. എൻ്റെ ഉള്ളിലേക്ക് വന്ന മുറിവുകൾ എന്നെ വല്ലാതെ തകർക്കുന്നു. ഇന്ന് നിങ്ങൾ കർത്താവിനോട് തുറന്നു പറ. മനസ്സിന്റെ 3 പ്രതലത്തെയും തൊട്ടിട്ട് നിങ്ങളെ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആക്കി, നിങ്ങളെ ഒരു തികഞ്ഞ വ്യക്തിയാക്കി ദൈവം മുമ്പാകെ നിർത്താൻ മനസ്സിന്റെ കാര്യസ്ഥൻ, മനസ്സിന്റെ സൂക്ഷിപ്പുകാരൻ, മനസ്സാക്ഷി, മനസ്സിന്റെ സാക്ഷിയായ യേശു ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യത്തെ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ഇന്ന് നീ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഹാർട്ട് ബ്ലോക്കുകൾ പൊട്ടിപ്പോകും. ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഒന്നും ചെയ്തിട്ടും മാറാത്തത് ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ തള്ളി തെറിച്ചു പോകും. നിന്റെ ചെസ്റ്റ് പെയിൻ ഇന്നുകൊണ്ട് സൗഖ്യമാകും. ഹല്ലേലൂയ. അകാരണത്താൽ ഉളവാകുന്ന തലവേദനയുടെ കാരണമാണ് ഞാൻ ഈ പറയുന്നത്. കാര്യമില്ലാതെ ഉദരത്തിൽ ചുമ്മിക്കൊണ്ട് നടക്കുന്ന ആ വേദനയുടെ കാര്യമായി പറയുന്നേ. എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ആ ശ്വാസം മുട്ടിന്റെ കാര്യമായി പറയുന്നേ. ഇപ്പോൾ തന്നെ നെഞ്ചിനകത്ത് ഒന്ന് ഫ്രീ ആകട്ടെ. ആ വെയിറ്റ് എടുത്ത് മാറ്റുന്ന ഒരു പ്രതീതി ആത്മാവിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്ര മാത്രം കർത്താവിനോട് പറഞ്ഞാൽ മതി. ദൈവമേ, വചനമെന്ന വാളിനെ എന്നിലേക്ക് പ്രവേശിക്കാൻ ഞാൻ അനുവദിക്കുന്നു. വചനമെന്ന വാൾ എന്ത് ചെയ്യുന്നു? എബ്രായർ 4:12 വായിച്ചില്ലേ? ദൈവത്തിന്റെ വചനമോ ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ, നിങ്ങൾ വായിക്കും ശ്രദ്ധിക്കാൻ, ദൈവത്തിന്റെ വചനമോ ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും. അടുത്തത് പ്രാണൻ ആത്മാവിനെയും. ഇന്ന് ഇവിടെ നടക്കുന്ന ട്രീറ്റ്മെന്റ്, അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് 2013 പ്രവേശിക്കാവുള്ളൂ. കരം കൊടുത്തങ്ങ് പറഞ്ഞാട്ടെ അടുത്തിരിക്കുന്ന ആളോട്. ആമേൻ. ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടേ ഈ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാവുള്ളൂ. ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടേ ഈ പുതിയ വർഷത്തെ വെൽക്കം ചെയ്യാവുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഒരു പുതിയ വർഷത്തെ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടേ വെൽക്കം ചെയ്യാവുള്ളൂ. ഹേ മോനെ, നീ എൻ്റെ കൂടെ ഇല്ലടാ, ഉറക്കെ പറ. ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഈ പുതിയ വർഷത്തെ വെൽക്കം ചെയ്യാവുള്ളൂ. ഹല്ലേലൂയ. എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് കിട്ടുന്നത്? ട്രീറ്റ്മെന്റ് തരാൻ ഫിസിഷ്യൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നു. ആരാ ഫിസിഷ്യൻ? ഡോക്ടർ ജീസസ്. പുള്ളിക്കാരൻ ഇല്ലാത്ത ഡിഗ്രി ഒന്നുമില്ല, ഇവിടെ നിന്നൊന്നും അല്ല ഡിഗ്രി എടുത്തത്, റൂം ഇട്ടിട്ടുമില്ല, ടെന്റ് ഇട്ടിട്ടുണ്ട് പുള്ളി. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളാരും ചീട്ടെടുത്ത് കാത്തു നിൽക്കേണ്ട, വന്ന് കയറി ഇരുന്നാൽ മതി. ട്രീറ്റ് ചെയ്യാൻ ഡോക്ടർ ജീസസ് വന്നിട്ടുണ്ട്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഡോക്ടർ ജീസസ് എങ്ങനെയൊക്കെയാ ചികിത്സിക്കുന്നത്? ഡോക്ടർ ജീസസ് ചികിത്സിക്കുന്നത് 3 മേഖലയിലാണ്. ഇവിടുത്തെ ഡോക്ടർ ENT ആണ്, PNT പിടിക്കുകയല്ല. ഇവിടുത്തെ ഡോക്ടർ ഓർത്തോയാണ്, ഓർത്തോട്ടിരിക്കത്തേ ഉള്ളൂ, വേറൊന്നും പുള്ളി പിടിക്കത്തില്ല. പക്ഷെ ഡോക്ടർ ജീസസ് എല്ലാ മേഖലയും സ്പർശിക്കും. ഡോക്ടർ ജീസസിന്റെ കത്തി എവിടെയൊക്കെ ചെല്ലുമെന്നൊന്ന് വായിച്ചു നോക്കിയ Hebrews 4:12. ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും. വരെ പ്രാണൻ. ഇത് ഈ വ്യക്തിയെ നിർത്തി കാണിക്കുക. ഇദ്ദേഹം നിങ്ങളുടെ പ്രതിനിധിയാണ് അല്ലേ? ചന്ദ്രനിൽ നിന്നാണ് വന്നേ? നോ, ഇദ്ദേഹം നിങ്ങളുടെ പ്രതിനിധിയാണ്. ഈ വ്യക്തിയെ നിർത്തി കാണിക്കാം. പ്രാണൻ ആത്മാവിനെയും. ആത്മാവ് സന്ധിമജ്ജ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ കുറച്ചുകൂടെ വെളിപ്പെടുത്തി പറയാം. ദേഹം, ദേഹി, ആത്മാവ്. ഉറക്കെ പറഞ്ഞ് ദേഹം. ഉറക്കെ പറ ദേഹം. ഏതാ ദേഹം? നന്നായിട്ടൊന്ന് പിച്ചാങ്കി ഇപ്പൊ ദേഹം കാണാം. ദേഹം ബോഡി ദേഹം. ഓക്കെ, ഇവിടെ ഒന്ന് അമർത്താങ്കി ദേഹി കാണാം. എന്താ ദേഹി? ദേഹത്തിന്റെ വികാര ക്രോധാദികൾ ദഹിച്ചില്ലേ? അത് അവളെന്നെ സൂക്ഷിച്ചു നോക്കുക. എന്താ ഇപ്പൊ പറഞ്ഞ ഏതൊക്കെ ലൂലൂൽ മേടിക്കാൻ കിട്ടുമെന്ന് ചോദിക്കുന്നത്. ഇമോഷൻസ്, ദേഹത്തിന്റെ ഇമോഷൻ ഏതിലാ പ്രതിഫലിക്കുന്നേ? ഇത് തന്നെ. പേടിച്ചു പോയി എന്റെ പൊന്നു സാറേ, നിങ്ങളിങ്ങനെ മനുഷ്യനെ പേടിപ്പി. ദേഹത്തിന്റെ വികാര ക്രോധാദികൾ. അത് ഇടിക്കാൻ വരിക മാത്രമല്ല, നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് കരഞ്ഞേ. ഇതെന്തോ കരച്ചില്ല. കിച്ച് അതുകൊണ്ട് അങ്ങനത്തെ കരച്ചില്ല. ഇനിയാവും വന്നാട്ടെ. ഇമോഷൻ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമോഷൻസ്, അതെവിടെ ഉള്ളതാ? ദേഹിയിലുള്ളതാണ്. പറഞ്ഞാട്ടെ. മൂന്നാമത്തേത്
ആത്മാവ്. പറഞ്ഞോട്ടെ, ആത്മാവ്. ദേഹം, ദേഹം, ദേഹി, ആത്മാവ്. ഈ ദേഹിയിൽ ഉൾപ്പെടുന്നതാണ് മനസ്സ്. പറഞ്ഞ മനസ്സ്. ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? ആരൊക്കെ പറയുന്നു എനിക്ക് ദേഹത്തിലാ സൗഖ്യം നടക്കണ്ടേ? പക്ഷെ ദേഹത്തിലല്ല സൗഖ്യം ആരംഭിക്കണ്ടേ. ഹേയ്, എത്ര പേരിനെ കേട്ടു? നിങ്ങൾക്ക് സൗഖ്യം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദേഹത്തിലാണ്, പക്ഷെ സൗഖ്യം ആരംഭിക്കേണ്ടത് ദേഹത്തിലല്ല. സൗഖ്യം ആരംഭിക്കേണ്ടത് നിങ്ങളുടെ ആത്മാവിലാണ്. സൗഖ്യനായകൻ നിങ്ങളുടെ ആത്മാവിൽ ഇരുന്ന് നിങ്ങളുടെ ദേഹിയെ നിയന്ത്രിച്ച് നിങ്ങളുടെ ദേഹത്തെ പിടിച്ചു കെട്ടുക. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. God is spirit. Spirit God can receive spirit God. Hello. Hallelujah. Human spirit can receive spirit God. മനുഷ്യാത്മാവിന് ആത്മാവായ ദൈവത്തെ സ്വീകരിക്കാൻ കഴിയും. When you accept Jesus as your personal savior, remember you receive Jesus in your spirit, not in the heart, not in the hand, not in the mouth. You receive Jesus in your spirit. You know why? God is spirit. ദൈവം ആത്മാവാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ സ്വീകരിച്ചത് കണ്ണിലും മുക്കലും നാക്കലും ചെവിയിലുമല്ല. എവിടെയാ? ആത്മാവിലാ സ്വീകരിച്ചത്. അപ്പൊ ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എവിടെയാന്ന് നിങ്ങൾ മറന്നു പോകരുത്. എവിടെയാണെന്നറിയാമോ? സർജൻ എങ്ങോട്ടാ വരുന്നത്? ഫിസിഷ്യൻ എങ്ങോട്ടാ വരുന്നറിയോ? ആത്മാവിലോട്ട് ഇരിക്കും, കസേരയിട്ട് അങ്ങേരിക്കും. ദൈവരാജ്യത്തിന്റെ രാജാവ് ഉള്ളിലേക്ക് വന്ന് സിംഹാസനം വിട്ട് സിംഹാസനസ്ഥനാകും. കേൾക്കുന്നു? നീ എന്ത് ചെയ്യും? സിംഹാസനസ്ഥനായി. ഇനി ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഫിസിഷ്യൻ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. ഫിസിഷ്യന്റെ ട്രീറ്റ്മെന്റിന്റെ പ്ലേസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് സോൾ ആണ്. പറഞ്ഞേ, സോൾ, ദേഹി. ആ ദേഹിക്കകത്തുള്ളതാ മനസ്സ്. ആ മനസ്സിനുള്ളതാ ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉബോധ മനസ്സ്. ഓ മൈ ഗാഡ്. ഹലോ, ഹല്ലേലൂയ. സർജൻ അങ്ങോട്ട് ഇരുന്നു, ഫിസിഷ്യൻ അങ്ങോട്ട് ഇരുന്നു, ഡോക്ടർ അങ്ങോട്ട് ഇരുന്നു. ഡോക്ടർ ജീസസ് എന്റെ സ്പിരിറ്റിലോട്ട് വന്നിരുന്നു. ആരോടും പറയരുത് കേട്ടോ ഇങ്ങനെയൊന്നും പറഞ്ഞെന്ന്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. ഡോക്ടർ ജീസസ് എന്റെ സ്പിരിറ്റിലോട്ട് ഇരുന്നു. ഡോക്ടർ ജീസസ് എന്റെ സ്പിരിറ്റിലോട്ട് ഇരുന്നപ്പോഴാ ആദ്യ നോട്ടത്തിൽ കാണുക അവന്റെ ദേഹി മുഴുവൻ പ്രശ്നമായിട്ട് കിടക്കുക. ദേഹിയുടെ മനസ്സിനെ തന്നെ കർത്താവ് അങ്ങ് നോക്കിയപ്പോ 98 മുറിവ്, 2010 വീഴ്ച, അന്നൊരു ശിവകുമാർ, ഇന്നൊരു മാർട്ടിൻ, പിന്നെ ഒരു ശംസുദ്ദീൻ, പിന്നെ ഒരു മേരിക്കുട്ടി. മനസ്സിനകത്തോട്ട് നോക്കുമ്പോഴാ ഈ പ്രായത്തിനോടിടയ്ക്ക് 30 വയസ്സുള്ള ഒരാളെ ഇമാജിൻ ചെയ്യുക. 30 വയസ്സുള്ള ഒരു ഇമാജിൻ ചെയ്ത ഒരാളെ എടുത്തു നോക്കാം. അവന്റെ ബാല്യത്തിലെ ശത്രുക്കൾ, ബാല്യത്തിൽ അവനെ ഉപദ്രവിച്ചവർ, കൗമാരത്തിൽ കളിയാക്കിയവർ, കൈകൊട്ടി ചിരിച്ചവർ, തകർച്ചയ്ക്ക് കാരണമായി തീർന്നവർ, തകർന്ന സമയത്ത് കൂടെ നിൽക്കാതിരുന്നവർ. കേൾക്കുന്നു നിങ്ങൾ എന്നെ? വീണ സമയത്ത് കൈകൊട്ടി ചിരിച്ചവർ, എരുതിയിൽ എണ്ണ ഒഴിച്ച് ആശ്വാസപ്രദർ, എരുതിയിൽ എണ്ണ ഒഴിച്ച് ആശ്വാസപ്രദർ. കേട്ടിട്ടില്ല അങ്ങനെയുള്ളവരെ? ഓ യുനോ, ഈ അറിഞ്ഞായിരുന്നു, കഷ്ടമായി പോയി കേട്ടോ. അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരാണ്. അവർ എണ്ണക്കുപ്പിയായിട്ടേ ആശ്വസിപ്പിക്കാൻ വരത്തുള്ളൂ. ഓ ഹല്ലേലൂയ പറഞ്ഞേ, ആമേ. കഷ്ടമായി പോയി കേട്ടോ. കഷ്ടമായി പോയി നമുക്കറിയാം. അവർ ഒന്നുകൂടെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, ഇതുവരെ ഒന്നും നടന്നില്ലായോ? അപ്പുറത്തെ അവരുടെ നടന്ന് ഇപ്പുറത്തെ ഇവരുടെ നടന്ന്, നിന്റെ കാര്യം മാത്രമേ നടക്കാത്തതുള്ളൂ. അന്നേരം ഓർത്തോണം, എണ്ണക്കുപ്പിയായിട്ട് കത്തിക്കാൻ വന്നിരിക്കുന്ന ആശ്വാസപ്രദനാണ്. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ പിശാച് പറഞ്ഞാൽ മതി. ഓ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പം ഈ ഡോക്ടർ ജീസസ് എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഹലോ, ചീട്ടൊക്കെ എടുത്തോ? ഡോക്ടർ ജീസസ് ട്രീറ്റ്മെന്റ് തുടങ്ങുക. ഡോക്ടർ ജീസസ് ഇതാ, when you accept Jesus as your personal savior, യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോഴത്തേക്കും ഡോക്ടർ ജീസസ് ഒരു കസേരയിട്ട് അകത്തോട്ടിരിക്കാൻ തുടങ്ങി. ഇപ്പൊ ഡോക്ടർ ജീസസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവൻ എവിടെയൊക്കെയാ പ്രശ്നമുള്ളത്. ആദ്യമേ ഡോക്ടർ ജീസസ് നോക്കിയത് എവിടാന്നറിയോ? ഇവന്റെ എവിടാ? ഉറക്കെ പറ. സോൾ, ദേഹി. ഉറക്കെ പറഞ്ഞ ദേഹിയെ നോക്കിയപ്പോഴാ എന്റെ പൊന്നച്ച, ഇവന്റെ അമ്മയുടെ ഉദരത്തിൽ ഇവൻ കിടന്നപ്പോ അമ്മ പറഞ്ഞത് വരെ അവിടെ കിടക്കുക. ഹലോ, അമ്മ പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ വേണ്ടായിരുന്നു.
ഇത് 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 ഞങ്ങൾ കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങളൊരു ബേബിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഇപ്പൊ ഇത് ഈ കുഞ്ഞൊരു അസ്വസ്ഥതയായി മാറി. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെ അടുക്കലാണ് ഞാൻ ഒരിക്കൽ വായിച്ചൊരു ബുക്കാണ്, ചാൾസ് ഹേഗിയുടെ മറ്റേ അടുക്കല് ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട്, ജനിച്ച പാടെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഒരു ബിഷപ്പിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മമ്മി പ്ലീസ് സാർ ഈ കുഞ്ഞിന്റെ നേച്ചർ ഒന്ന് ശരിയാക്കി തരണം, ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പം പുള്ളിക്കാരൻ ആ അമ്മയോട് പറഞ്ഞെന്നാ പറയുന്നേ, നീ എന്ന് പ്രഗ്നന്റ് ആയിരിക്കുന്നോ അന്ന് വന്നായിരുന്നു ഞാൻ നോക്കാനെന്ന്. ഹല്ലേലൂയ. സോ അവിടെ മുതലുള്ളത് കിടക്കുകയാണ്. മനസ്സിനെ അങ്ങോട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോഴാണ് അന്നത്തെ റിജക്ഷൻ. അമ്മ പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ വേണ്ടായിരുന്നു. എന്തോ ഒരു ബഹളമായി കുഞ്ഞ്, എന്തോ ഒരു അസ്വസ്ഥതയായി കുഞ്ഞ്. ഈ കുഞ്ഞ് എനിക്കിപ്പോ ഇത് വേണ്ടായിരുന്നു, ഈ കുഞ്ഞിനെ നമുക്ക് അബോർട്ട് ചെയ്ത് കളയാം. ഈ അബോർഷന്റെ ചിന്തയൊക്കെ ആ ഒരു അമ്മയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ ജനിച്ച് ആ കുഞ്ഞിൽ പ്രൊജക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് എത്ര ക്ലിയർ ആണ്. മോഡേൺ സയൻസ് അത് തെളിയിച്ചിരിക്കുന്നതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. എനിക്കിതിനെ വേണ്ടായിരുന്നു, ഇതൊരു അസൗകര്യമാണ്. അല്ലെങ്കിൽ ഭർത്താവിന്റെ വാക്കുകൾ, ഭാര്യയുടെ വാക്കുകൾ കേട്ടു, അതിൽ നിന്നുണ്ടായ ആന്തരിക മുറിവുകൾ മെല്ലെ അടിച്ച് കാമാറ്റി അങ്ങ് ഇറങ്ങി. ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ ഉള്ളിൽ അമർത്തുകയായിരുന്നു. എന്തിനാ ഉള്ളിൽ അമർത്തിയെ? കരഞ്ഞു വിട്. ഉള്ളിൽ അമർത്തിയോണ്ടാ ഇപ്പൊ കുഞ്ഞും പറയുന്നേ, ഞാൻ ആരോടും പറയൂല, ഞാൻ ഉള്ളിൽ അമർത്തി, അവസാനം ഞാൻ പോയി ചാകുന്നു. ഹലോ, എത്ര പേരെ എന്നെ കേൾക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിക്കണമേ പ്രിയരെ. ഡോക്ടർ ജീസസ് മൈൻഡിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴാണ്, മൈൻഡിന്റെ ട്രീറ്റ്മെന്റിന്റെ ആദ്യ ഭാഗത്തേക്ക് ഡോക്ടർ ജീസസ് അങ്ങോട്ട് അപ്പിയർ ചെയ്യുമ്പോഴാണ് മൈൻഡിന്റെ 3 തലങ്ങളിൽ, ബാല്യം ഒരു ഭാഗത്ത് മുറിവുകൾ, കൗമാരം ഒരു ഭാഗത്ത് മുറിവുകൾ, കോളേജ് ഡേയ്സ് അത് പറയണ്ടല്ലേ, ടീനേജ്, മമ്മി കഥ കടച്ച് അകത്ത് കയറിയ ദിവസം, ജനിച്ച കുഞ്ഞ്, അന്ന് മുതലുള്ളത് കിടക്കുക. ഡോക്ടർ ജീസസ് നോക്കുമ്പോൾ ഉണ്ട്, അയ്യോ എന്റെ കർത്താവേ, വലിയ 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 പ്രശ്നമാണല്ലോ ഇത്. മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ഇടുന്നിടത്ത് ഇത്രയും തമ്പില്ല, അത്രയും വേസ്റ്റ് ആണല്ലോ ഇവിടെ കിടക്കുന്നത്, ഇതിനെല്ലാം ഇവിടെ എങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് ഡോക്ടർ ജീസസ് ചോദിച്ച് തലേക്ക് കൈയും കൊടുത്ത് നിൽക്കത്തില്ല. ഡോക്ടർ ജീസസിന് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ 1 സെക്കൻഡിന് ആവശ്യം മതി. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ശക്തിയോടൊന്ന് പ്രതികരിച്ച കർത്താവിനോട്, വായി തുറന്നൊന്ന് പ്രതികരിച്ച കർത്താവിനോട്. ഡോക്ടർ ജീസസ് ട്രീറ്റ്മെന്റ് തുടങ്ങി. ഡോക്ടർ ജീസസ് ട്രീറ്റ്മെന്റ് തുടങ്ങി. ഇപ്പൊ നിങ്ങളത് ആരംഭിക്കാൻ പോവുക. വിശ്വസിക്കാമെങ്കിൽ ഇപ്പൊ നിങ്ങൾ തുടങ്ങാൻ പോവുക. ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ ബ്രദറെ, പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, തലവേദന മാറുന്നില്ല. തലവേദനയുടെ ഉറവിടം എന്ന് പറഞ്ഞാൽ വേര് മുറിഞ്ഞ ഒരൊറ്റ വൃക്ഷം നിൽക്കത്തില്ല പൊന്നെ. വേര് മുറിഞ്ഞിട്ട് നീ ഒന്ന് ആഞ്ഞു തള്ളിയ ഏത് വൃക്ഷം വീഴും, ഏത് മരവും വീഴും. ഇപ്പൊ വേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതാണ്ട് 12:45 വരെയുള്ള സമയത്ത് വേരെല്ലാം പറയും. അടുത്ത മിനിറ്റുകളിൽ നമ്മൾ ഒന്നിച്ചൊന്ന് തള്ളുമ്പോൾ ഇത് താഴെ വീഴും. താഴെ വീണിട്ട് അടുത്ത വർഷത്തെ നീ ഒരു പുതിയ വ്യക്തിയായിട്ട് സ്വാഗതം ചെയ്യും. വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ മുറിവോടെ ഞാൻ വഴിയിൽ തീരത്തില്ല. ഉറക്കെ പറ. ഈ മുറിവോടെ ഞാൻ 2013 സ്വാഗതം ചെയ്യത്തില്ല. അടുത്ത വർഷത്തിലേക്ക് പുതിയ ചുവട് എടുത്തു വെച്ച് 7 മണിക്ക് ഇവിടെ നമ്മൾ പ്രിപ്പയർ ആകുമ്പോൾ 12 മണിക്ക് നമ്മൾ അടുത്ത ചുവട് എടുത്തു വെച്ച് പുതിയ ജീവിതത്തിന്റെ സുന്ദര സ്വപ്നങ്ങളുമായി 2013 പ്രവേശിക്കുമ്പോൾ പഴയ മുറിവുകൾ ഒരെണ്ണം പോലും കരിയാതെ അകത്തുണ്ടാകരുത്. ഒരെണ്ണം പോലും. ഞാൻ വ്യക്തമായിട്ട് പറയാം, ഗ്രേസ് കമ്മ്യൂണിറ്റിയോട് സഹകരിച്ചിരിക്കുന്ന ഇതിന്റെ കവറേജ് ലഭിക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക് പോലും ആന്തരിക മുറിവോടെ അടുത്ത വർഷത്തെ സ്വാഗതം ചെയ്യരുത്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. എന്താ കാര്യം എന്നറിയോ? ഈ 2013 നാം സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത നിലയിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു. യേശു നമ്മെ ഉപയോഗിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു. അതിന് മുറിവില്ലാത്ത വ്യക്തികളെ കർത്താവിന് വേണം. മുറിവിലൂടെ ചോര ഒഴുകിപ്പോയിട്ടില്ലാത്ത ചോര നിൽക്കുന്ന ശരീരങ്ങളെ കർത്താവിന് വേണം. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ചേർന്ന് കർത്താവിനെ ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ചേ. അടുത്തിരിക്കുന്ന ആളോട് പറ, മുറിവുകളെ കരിക്കുക.
ഡോക്ടർ ജീസസിനെ അനുവദിക്കുക. രണ്ടുപേർക്ക് കരം കൊടുത്ത് പറഞ്ഞ്, പുറകിലിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ്, ഡോക്ടർ ജീസസിനെ അനുവദിക്കുക, ഡോക്ടർ ജീസസിനെ അനുവദിക്കുക, ഡോക്ടർ ജീസസിനെ അനുവദിക്കുക, ഡോക്ടർ ജീസസിനെ അനുവദിക്കുക. യേശു എന്ന വൈദ്യനെ അനുവദിക്കുക, യേശു എന്ന വൈദ്യനെ അനുവദിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ, യേശു എന്ന വൈദ്യന് മനസ്സിന്റെ 3 പ്രതലത്തെയും തൊടാൻ കഴിയും. ബോധ മനസ്സിനെ തൊടാൻ കഴിയും, അബോധ മനസ്സിനെ ഉബോധ മനസ്സിനെ തൊടാൻ കഴിയും. കോൺഷ്യസ് മൈൻഡ് മാത്രമല്ല, സബ് കോൺഷ്യസ് മൈൻഡിനെ യേശുവിനെ സ്പർശിക്കാൻ കഴിയും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവ് സ്പർശിക്കും. എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ ഡോക്ടർ ജീസസ് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നേ. ബിജു എന്ന് പറയുന്ന വ്യക്തിയെ നോക്കുമ്പോൾ ബിജുവിന്റെ വർഷങ്ങളായിട്ട് കിടക്കുന്ന വിട്ടുമാറാത്ത ഇത്തിൾ കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെ ഒരിക്കലും ഹെറിഡിറ്റിക്കലായി എൻവയോൺമെന്റിലൂടെ ഹെറിഡിക്കലായിട്ടും ലഭിച്ചിട്ടുള്ളതുണ്ട്. അതിനെന്നെ മലയാളം പറയും, പാരമ്പര്യമായിട്ടും വളർന്ന സാഹചര്യാനുബന്ധമായിട്ടും. ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്, ചുറ്റുപാടിൽ നിന്ന് ലഭിച്ചതും ജന്മസിദ്ധമായി ലഭിച്ചതുമായ പലതും ഈ വ്യക്തിയുടെ അകത്ത് കിടക്കുക. ആ പലതും പറയുന്നത് ഞാൻ മരിച്ചാലും പോകത്തില്ലെന്നാ പറയുന്നേ. കേൾക്കുന്നോ നിങ്ങൾ എന്നെ? ഇവൻ ചത്താലും ഞാൻ ഇവനെ വിട്ടു പോകത്തില്ല. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ പറയുന്നത് ഞാൻ മരിച്ചാലും ക്ഷമിക്കത്തില്ല. ഹലോ, കണ്ടോ പൊളിയുന്ന കണ്ടോ സാധനം? എന്റെ ജീവൻ പോയെന്ന് പറഞ്ഞാലും ഞാൻ ആ വ്യക്തിയോട് രമ്യപ്പെടത്തില്ല. കാരണം എന്താണെന്നറിയോ? ജീവൻ പോയാലും പോകാത്ത രീതിയിൽ ഇത്തിൾ കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഓ, എന്നാലുണ്ടല്ലോ അടുത്ത പദം പറയുമ്പോഴാണ് നിങ്ങൾ സന്തോഷിക്കണ്ടേ. സർജന്റെ കത്തി കയറും. ഏതാ കത്തി? ഉറക്കെ പറ. ഒരു വായല്ല, ഇരുവായി തലയുള്ള വാള എവിടൊക്കെ ചെല്ലും? പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും. വയറ് ഉപദേശി വയറ്. ഓ, ഇങ്ങേരത്തിന് ഇത് അടച്ചു വെക്കുന്ന ഏത് നേരത്തും. ദൈവത്തിന്റെ വചനമോ ഏതുവാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണൻ ആത്മാവ് സന്ധിമജ്ജകളെയും. അടുത്തത് വേർവിടുവിക്കും വരെ. പ്രാണനെ ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ അതിന്റെ അർത്ഥം? കൊല്ലുക. ദേഹം, ദേഹി, ആത്മാവ്, 3നെ 3 ആക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? ഒരുത്തനെ കൊല്ലുക എന്ന അർത്ഥം. ഹലോ, അല്ലേ മമ്മി, ഞാൻ പറയാം. ചത്തുപോയി, മരിച്ചുപോയി. ആരാ പോയെ? ഒന്നിൽ നിന്ന് പോയി. ഏതിൽ നിന്ന് പോയി? ദേഹത്തിൽ നിന്ന് ആത്മാവ് പോയി. വേർപെടുത്തിയ ആളെ നോക്കിയിട്ട് നമ്മൾ പറയുന്നത് ഡെഡ് ബോഡി. നേരത്തെ അത് ബോഡി ആയിരുന്നു, ഇപ്പൊ എന്തായി? പോയി, മരിച്ചുപോയി. മരിച്ച ആളാണ്ട് കിടക്കുന്ന. ആരാ പോയെ? പോകേണ്ടത് പോയി. ഏതാ പോയെ? ആത്മാവ് പോയി. അപ്പൊ വേർപെടുത്തുക എന്ന് പറഞ്ഞാൽ എന്നാ? ഉറക്കെ പറ. കൊല്ലുക. വേർപെടുത്തും എന്നല്ല പറഞ്ഞിരിക്കുന്നേ. വായിച്ചേ, വേർപെടുത്തും വരെ. വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ കൂടെ പറ. കൊല്ലുന്നവരെ എന്ന് പറഞ്ഞ ഞാൻ ചത്താലും ക്ഷമിക്കുകയെന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നേ? ചാകലിലാ ഇരിക്കുന്നേ. ആ എക്സ്റ്റെന്റ് വരെ. ഓ, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? ഞാനത് മറക്കില്ല കേട്ടോ. ഞാൻ മരിച്ചാലും ഇത് മറക്കത്തില്ല. നിന്നെ കൊന്നിട്ട് ഇത് മറപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ ജയം. എനിക്ക് തോന്നുന്നില്ല ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുമെന്ന്. ഈ ആയുസ്സിൽ തന്നെ നീ അവനെ സ്നേഹിക്കും. പൊട്ടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ, നിങ്ങളെപ്പോലൊരു ക്രൂരനായ മനുഷ്യൻ, ഭാര്യ ഭർത്താവോ ആരായിക്കോട്ടെ, ഭാര്യ എന്ന് പറഞ്ഞിരിക്കുക, ഭർത്താവെന്ന് പറഞ്ഞിരിക്കുക അല്ലേ, നിങ്ങളെ ഈ ആയുസ്സിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിയുമെന്ന് ഓർക്കുന്നില്ല. ഈ ആയുസ് പോയിട്ടാണേലും നീ അവനെ സ്നേഹിക്കും. ഈ ആയുസ് പോകുന്ന വരെ ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറ. അതാ ഇവിടെ പറഞ്ഞേ. ദേഹിയുടെ ലാസ്റ്റ് എൻഡ് വരെ തുളച്ചു ചെല്ലും. ദേഹത്തിന്റെ ലാസ്റ്റ് എൻഡ് വരെ തുളച്ചു ചെല്ലും എന്ന് പറഞ്ഞ ഇനി നിന്നെ ഒന്നിനും പറ്റിപ്പിടിച്ചിരിക്കാൻ അധികാരമില്ല. My
മൈ ഗോഡ്, ഇനി ഒന്നിനും നിന്നെ മുറിപ്പെടുത്താൻ അധികാരമില്ല. ഇനി ഒന്നിനും നിന്നെ തകർക്കാൻ അധികാരമില്ല. അടുത്ത ആണ്ടിൽ ഒരു പുതിയ മനുഷ്യനെ പോലെ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു പുതിയ മനുഷ്യനെ പോലെ, എല്ലാം മറന്ന ഒരു മനുഷ്യനെ പോലെ, എല്ലാം പുറത്ത ഒരു മനുഷ്യനെ പോലെ അടുത്ത ആണ്ടിലേക്ക് കയറാൻ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നു. തിരിച്ചറിയുന്നെങ്കിൽ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ മരിച്ചാലും ക്ഷമിക്കത്തില്ലെന്ന് പറയുന്ന ആ മരണത്തിന്റെ പോയിന്റ് വരെ നിന്നെ എത്തിക്കും. അതാ വായിച്ച നെഗിൽ ബ്രദർ വായിച്ച വാദം നിങ്ങൾ കേട്ടില്ലേ? ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ, വേണ്ടി വന്ന സെപ്പറേറ്റ് ചെയ്യുന്ന വരെ എന്ന് പറഞ്ഞ ഞാൻ ഈ ട്രീറ്റ്മെന്റിനെ പറ്റി പറയാം. ട്രീറ്റ്മെന്റ് ഇതൊരു ഡിവൈൻ അനസ്തേഷ്യയാണ്. ഡിവൈൻ അനസ്തേഷ്യയാണ്. ഒരു ഡിവൈൻ അനസ്തേഷ്യ മനുഷ്യന് കൊടുക്കുകയാണ്. ഇവന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. ഇവന്റെ ബോധം നഷ്ടപ്പെടുമ്പോൾ ഇവന്റെ ഈ കോൺഷ്യസിന്റെ 3 തലങ്ങളെ, ബോധ മനസ്സിനെ, അബോധ മനസ്സിനെ, ഉബോധ മനസ്സിനെ ബോധം നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ വചനം ഡിവൈൻ സർജറിക്ക് വേണ്ടി ഇവന്റെ ബോധം നഷ്ടപ്പെടുത്തി ഡിവൈൻ അനസ്തേഷ്യ ഇവന് കൊടുത്ത് ഇവനെ ആ പ്രതലത്തിൽ കിടത്തി. ഇവന്റെ ബോധ മനസ്സിൽ, അബോധ മനസ്സിൽ, ഉബോധ മനസ്സിൽ ഒരിക്കലും പൊറുക്കാനും ക്ഷമിക്കാനും മാറാനും പറ്റുകയില്ല എന്ന് പറയുന്ന ആ എക്സ്റ്റന്റിലേക്ക്, ആ ലാസ്റ്റ് സെക്കൻഡിലേക്ക് തുളച്ചു ചെല്ലുന്നിട്ട് വായിച്ചു വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലും. പറഞ്ഞേ, വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലും. പറഞ്ഞേ, സെപ്പറേറ്റ് ചെയ്യും. പറഞ്ഞേ എല്ലാരും പറ, ഇങ്ങോട്ട് നോക്കി പറ. സെപ്പറേറ്റ് ചെയ്യും. ഉറക്കെ പറ. ചേർന്നിരിക്കുന്നതിനെ നിന്നിൽ നിന്ന് പറിച്ചു മാറ്റും. ഉറക്കെ പറ. പറിച്ചു മാറ്റും. ഉറക്കെ പറ. എല്ലാരും പറ. പറിച്ചു മാറ്റും. എന്തിനെ പറിച്ചു മാറ്റും? എനിക്ക് ഈ ജീവിതത്തിൽ അവനോട് ക്ഷമിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞിങ്ങനെ കോർത്തിരിക്കുക. അതിനെ പറിച്ചു മാറ്റും. ആര്? ദൈവത്തിന്റെ വചനം. ഡോക്ടർ ജീസസ്. ഹലോ. Now Dr. Jesus is ready. Are you ready? Hallelujah. Hallelujah. നീ എന്ന് പറയുന്ന മനുഷ്യൻ അടുത്ത തലമുറയുടെ അപ്പോസ്തലനാ. നീ എന്ന് പറയുന്ന മനുഷ്യൻ കാലഘട്ടം വിരൽ ചൂണ്ടി വിളിച്ചു പറയേണ്ടതാ, ഇവനെ പോലെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന്. അതിന് 2012 നിന്നെ നോക്കിയ ആൾക്കാർ തലേ കൈവെക്കും. മുടിഞ്ഞവൻ, തകർന്നവൻ, വീണവൻ, ഉരുണ്ടവൻ, അയ്യോ തകർന്നു വീണവൻ. എന്നാൽ 2013 ജനുവരിയിൽ നിന്നെ നോക്കിയിട്ട് പറയട്ടെ, ഇത് പഴയ ആളല്ല, ഇത് പഴയ ആളല്ല. ഇത് ഗ്രേസ് കമ്മ്യൂണിറ്റി ന്യൂ ഇയർ കൂടാൻ വന്ന ആളാ. ഇത് പഴയ ആളല്ല. കരമടിച്ച് സ്വീകരിച്ച ഇത് പഴയ ആളല്ല, ഇത് പുതിയ മനുഷ്യനത്രേ. കൊടുക്കാമോ? ഡോക്ടർ ജീസസ് ഈസ് റെഡി. ഏത് എക്സ്റ്റന്റ് വരെ? ലാസ്റ്റ് എക്സ്റ്റന്റ് വരെ സർജറി നടത്തും. ദേഹത്തെ ഈ സോൾഡർ എലമാണ് നമ്മളിപ്പോ പറയുന്നേ, ദേഹി എന്ന തലമാണ് നമ്മളിത് പറയുന്നേ. ഇത് കഴിഞ്ഞ് ആർക്കും കൗൺസിലിംഗ് ഇല്ല കേട്ടോ. ഇത് കൗൺസിലിംഗാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് കയറി ചെല്ലും. കയറി ചെന്ന് അപ്പൊ കയറി ചെല്ലുന്ന വ്യക്തി പറയും, ഇത്രയേ ഉള്ളൂ. വിടത്തില്ല സർജൻ. അവന്റെ സൃഷ്ടി മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. എനിക്ക് ഇത്രയും മതി, വേദനിക്കുന്നു. വിടത്തില്ല. നിനക്ക് മിണ്ടാൻ അവസരമില്ല. കാരണം നിന്നെ ബോധം കെടുത്തിട്ടാ സർജറി. യേശുവിന്റെ നാമം ചെയ്യ. യേശുവിന്റെ നാമം ചെയ്യ. It's painful. Yes, it's painful. Yes, it's painful. അതെ, അത് വേദന ഉള്ളതാ. പക്ഷേ I need a new creation. എനിക്കൊരു പുതിയ സൃഷ്ടി ആവശ്യമുണ്ട് മോനെ. 2013 എനിക്ക് നീ ഇന്നലത്തെ പോലെ ആയാൽ എനിക്ക് ഒരു വ്യത്യാസമില്ല. പക്ഷെ നിന്നെ ഈ ആണ്ടിൽ എനിക്ക് ഉപയോഗിക്കണം. You are valuable to me. You are precious to me. നീ എനിക്ക് വിലപ്പെട്ടവനാ. ഒന്ന് പറഞ്ഞേ, ഇനി നിന്റെ നെഞ്ചിനകത്ത് പ്രയാസം വേണ്ട. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഡോക്ടർ ജീസസ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സർജൻ കയറുക. സർജറി ടേബിളിൽ ഒരു പേഷ്യന്റിനെ കിടത്തിയിരിക്കുന്നു. സർജറി ടേബിളിൽ പേഷ്യന്റ് അനസ്തേഷ്യ അടിച്ച് കിടക്കുന്നു. പേഷ്യന്റ് അറിയുന്നില്ല. പക്ഷെ സർജൻ ചകഞ്ഞു നോക്കുക. സ്തോത്രം. കൗമാരത്തിൽ വല്ല ബന്ധനങ്ങളും ഉണ്ടോ? അന്നത്തെ ഉപദ്രവത്തിന്റെ വല്ലതും ഉണ്ടോ? ഇന്നത്തെ ഉപദ്രവത്തിന്റെ വല്ലതും ഉണ്ടോ? എന്തുണ്ട് എന്നൊക്കെ അവള് കരഞ്ഞിട്ടുള്ളേ. ജീസസ്. ആരൊക്കെ അവളെ കളിപ്പിച്ചിട്ടുള്ളേ? എന്നൊക്കെ അവള് കരഞ്ഞിട്ടുള്ളേ? എന്നാ ഇവള് ഒത്തിരി വിഷമിച്ചിട്ടുള്ളേ? 99 ജനുവരി 22 തീയതിയാണോ? ആ ദിവസത്തിലേക്ക് സർജൻ അങ്ങ് ഇറങ്ങും.
എന്നിട്ട് അതിൻ്റെ കാര്യകാരണത്തെ സർജൻ അങ്ങ് എടുക്കും. അന്നേരം ചില വ്യക്തികൾ നിന്ന് ഇവൾക്കെതിരെ ഇങ്ങനെ വിരൽച്ചുകൊണ്ട് നിപ്പുണ്ടാകും, ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിപ്പുണ്ടാകും. സർജൻ ഇവൾക്ക് വേണ്ടി അങ്ങ് സ്റ്റാൻഡ് ചെയ്യും. വാദിച്ചു നിൽക്കുന്ന മുഴുവൻ വ്യക്തികളോടും പറയും, ഇവളുടെ മുറിവ് എൻ്റെ മുറിവാ, ഇവളുടെ പെയിൻ എൻ്റെ പെയിനാ. ഗെത്സമനയിൽ എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിട്ടല്ല എൻ്റെ രോമകൂപങ്ങളിലൂടെ രക്തം പുറത്തു വന്നേ. ഹലോ, ഗെത്സമനയിലെ വേർപ്പ് തുള്ളികൾ, രക്തതുള്ളികൾ കണക്ക് പുറത്തു വന്ന രോമകൂപങ്ങളിലൂടെ രക്തം പുറത്തു വന്ന ആ സെക്കൻഡിൽ അമിത രക്തസമ്മർദ്ദം അകത്ത് കയറി ഞരമ്പ് പൊട്ടേണ്ട ഗതികേട് എനിക്കില്ല. കാരണം എനിക്ക് മക്കളെ കെട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, എനിക്ക് വണ്ടിയുടെ CC അടയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ കമ്പനി നടത്തുന്നില്ലായിരുന്നു. പിന്നെ എന്തിനാ ഞാൻ ആ സ്ട്രെസ് അനുഭവിച്ചെന്നറിയാമോ? നീ ഇന്ന് ഈ സ്ട്രെസ് അനുഭവിക്കാതിരിക്കാനാ. യേശുവേ, സ്തോത്രം. സർജൻ അങ്ങോട്ട് കയറി എന്ന് പറയും, ഇവൾ അനുഭവിക്കേണ്ട ആ പെയിൻ ഞാൻ ഗെത്സമനെ അനുഭവിച്ചതുകൊണ്ട്, എന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വ്യക്തിയായതുകൊണ്ട്, സ്തോത്രം, ഇനി ഒരു നിമിഷം പോലും ഇവൾക്ക് മാനസിക സംഘർഷം ഇടാൻ അധികാരമില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഷുഗർ ലെവല് താഴുന്നു, പ്രഷർ ലെവല് താഴുന്നു. തിരിച്ചറിയ ദൈവമൈതലേ, ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിക്കുന്ന നിനക്കിനി ഷുഗർ വേണ്ട. ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിക്കുന്ന നിനക്കിനി കൊളസ്ട്രോളിന്റെ കാഠിന്യം വേണ്ട. ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിക്കുന്ന നിനക്കിത് വേണ്ട. You know why? അവൻ ഫിനിഷ്ഡ് ആയപ്പോൾ അവൻ രക്തസമ്മർദ്ദം അനുഭവിച്ചിരുന്നു. You know what modern science says? എന്താ മോഡേൺ സയൻസ്, മോഡേൺ വൈദ്യശാസ്ത്രം എന്താ പറയുന്നതെന്നറിയോ? ഒരു വ്യക്തിക്ക് അടക്കാനാവാത്ത സമ്മർദ്ദങ്ങൾ ഉള്ളിൽ നിറയുമ്പോൾ ആ വ്യക്തിയുടെ ബ്ലഡ് പസിൽസ് പൊട്ടിയിട്ടാണ് രോമകൂപങ്ങളിലൂടെ രക്തം പുറത്തു വരുന്നത്. യേശുവിന് എന്തിനായിരുന്നു വെച്ചാൽ ഇത്രയും ടെൻഷൻ? എന്നേലും ആവശ്യം ഉണ്ടായിരുന്നു. കാരണം യേശുവിന് അറിയാം യേശു മരിച്ചേ പറ്റുകയുള്ളൂ. ചുമക്കാൻ പോകുന്ന കുരിശിന്റെ പോലും ഭാരം അറിഞ്ഞിട്ട് അവിടുന്ന് ഇവിടത്തേക്ക് വന്നേ. അടിക്കാൻ പോകുന്ന പീലാത്തോസ് അടിക്കാതിരിക്കുമെന്ന് പറഞ്ഞപ്പോഴും പീലാത്തോസിനോട് അവിടുന്ന് പറഞ്ഞു, നിനക്കറിയത്തില്ല, എന്നെ ഏൽപ്പിച്ച് തന്നിരിക്കുക, നീ അടിച്ചേ പറ്റൂ. ഇത്രയ്ക്ക് തിരിച്ചറിവോടെ മരണത്തെ മാടി വിളിച്ച ദൈവപുത്ര, അങ്ങേക്ക് എന്ത് പറ്റി? രോമകൂപങ്ങളിലൂടെ രക്തം പുറത്തു വരാൻ കാര്യമെന്ത്? അവിടുത്തെയോട് ചോദിക്കുക. അവിടുന്ന് പറയും, മോനെ, നിന്റെ ബ്ലഡ് പ്രഷർ ഞാൻ ചുമക്കുകയായിരുന്നു, നിന്റെ ഷുഗർ ഞാൻ എന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. എന്തിനാണെന്നറിയോ? when you believe in the finished work of Jesus, നീ ആ വിശ്വാസത്താൽ എന്റെ നാമത്തിൽ സൗഖ്യമാകാൻ വേണ്ടി. ആരോട് പറഞ്ഞാലും എന്റെ അകത്തുള്ള ഈ വിഷമം ആരും മനസ്സിലാക്കത്തില്ല. ആരോടും പറയുകയും വേണ്ട, ആരോടും പറഞ്ഞാലും മനസ്സിലാക്കത്തുമില്ല. പക്ഷെ ഡോക്ടർ ജീസസ് നീ പറയുക പോലും വേണ്ട, നിന്നെ കിടന്ന് ചികിത്സിച്ച് അകത്തൊന്ന് എടുത്തു മാറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ആത്മാവ് പക്ഷപാതം ചെയ്യുന്നു. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ, ഉറക്കെ പറഞ്ഞേ, ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ. വായി തുറന്ന് പറ, ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ. ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. സംസാരിക്കാനാവാത്ത ഞരക്കം എന്ന് പറഞ്ഞാൽ എന്നാ? എനിക്ക് മിണ്ടാൻ പോലും പറ്റാത്ത, അയ്യോ, ഞാനത് അറിഞ്ഞപ്പം എന്റെ പൊന്ന് സാറേ, ഞാൻ ഒരു സെക്കൻഡിലേക്ക് സ്റ്റക്കായി പോയി. എനിക്ക് എങ്ങനെയാ അതിനോട് പ്രതികരിക്കണം എന്നറിയത്തില്ല. എനിക്ക് ഉച്ചരിക്കാൻ പോലും പറ്റാതായി. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ആത്മാവ് പക്ഷപാതം ചെയ്യുന്നു. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം അറിയുന്നു. ചേട്ടൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ബൈബിൾ വായിക്കാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി, ഉറക്കെ പറഞ്ഞ്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്തുകൊണ്ട് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു? ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ നീ മിണ്ടാത്ത കാര്യത്തെ നീ മിണ്ടിയതുപോലെ നിന്റെ അകത്തുനിന്ന് എടുത്തോണ്ട് പോയിട്ട് നിനക്ക് വേണ്ടി പക്ഷത്ത് നിന്ന് വാദിക്കയാ ഡോക്ടർ ജീസസ്. മൈ ഗാഡ്.
That night, when I was alone, first of all, I heard a sound. ആരോ അപ്പുറത്തെ മുറിയിലുണ്ട്. എന്റെ കഴുത്തേൽ പിടിച്ച് ഞെക്കി ബ്രദർ. കൂരാക്കുരുട്ടുള്ള ആ രാത്രിയിൽ നിശയുടെ നിശബ്ദതയെ ഭജിച്ചുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് ഇതാ ആ കറുത്ത 2 ബലിഷ്ഠകരങ്ങൾ അടുത്തു വന്നു. എന്നെ അത് വല്ലാതെ പിടിച്ചമർത്തി. എനിക്ക് മിണ്ടാൻ കഴിയാതെയായി. നിനക്ക് മിണ്ടാൻ കഴിയാതായെന്നേ ഉള്ളൂ. ഡോക്ടർ ജീസസ് അപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുക. ഫോർ യു, നിനക്ക് വേണ്ടി ഡോക്ടർ ജീസസ് സംസാരിച്ചുകൊണ്ടിരിക്കുക. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ടെന്ന് ദൈവ പൈതലെ, ഈ സത്യം നീ തിരിച്ചറിയണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഡോക്ടർ ജീസസ് 2013 നിന്നെ പ്രിപ്പയർ ചെയ്യുക. ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ തന്നെ 2013 നമ്മളെല്ലാം കൂടെ തൂത്തെടുത്തോണ്ട് പോകും. ആമേൻ, സ്തോത്രം. നമ്മളെല്ലാവരും ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. ഇന്ന് രാത്രിയത്തെ മെസ്സേജ് ഇന്ന് രാത്രിയത്തെ മെസ്സേജാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഈ കഴിഞ്ഞ ഈ വരുന്ന ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ആലോചനയായിരിക്കും അത്. ഇന്ന് രാത്രി 7 മണിക്ക് നമ്മളിവിടെ ആരംഭിക്കുന്ന മീറ്റിങ്ങിൽ ഡെലിവറി ചെയ്യുന്നത് ആ മെസ്സേജ് ആയിരിക്കും. സോ അതല്ല ഇത്, പക്ഷെ അതിനുള്ള പ്രിപ്പറേഷനായത്. ഇന്നിപ്പോൾ നിങ്ങൾ ഡോക്ടർ ജീസസിനെ അനുവദിക്കുക. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞ് ഡോക്ടർ ജീസസിനെ അനുവദിക്കുക. ഉറക്കെ പറ, ഡോക്ടർ ജീസസിനെ അനുവദിക്കുക. ഡോക്ടർ ജീസസ് ഇപ്പോൾ തന്നെ നിങ്ങളെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നറിയാമോ? ഏത് എക്സ്റ്റെന്റ് വരെ ആ ട്രീറ്റ്മെന്റ് പോകുമെന്ന് മനസ്സിലായില്ലേ? ദൈവത്തിന്റെ വചനം 2 തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും, വായിച്ചു, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. അടുത്തത് ഹൃദയത്തിലെ ഇനി ഇതിലേറ്റവും പ്രശ്നക്കാരൻ ആരാന്നറിയോ? ദേഹമല്ല, ആത്മാവുമല്ല, ദേഹിയ. അങ്ങേർക്കായ ഏറ്റവും പ്രശ്നം പറഞ്ഞു മനസ്സിലായി. ആക്ഷൻ അത് ദേഹത്തില, പക്ഷെ ആക്ഷന്റെ ഉൽപ്പത്തി അതെവിടാ? അടിച്ചു. അടി എന്നത് എന്താ? പ്രവൃത്തിയാ, ആക്ഷനാ. പക്ഷെ അടിക്കണം എന്ന ചിന്തയാണ് എവിടെ? ദേഹിയില്. ചിന്ത വന്നില്ലായിരുന്നെങ്കിലോ? അപ്പൊ വില്ലൻ ആരാ? കൈയാണോ മനസ്സാണോ? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഉറക്കെ പറ. നോക്കി എന്നുള്ളത് ആര് ചെയ്ത പ്രവൃത്തിയാ? കണ്ണ് ചെയ്ത്. നോക്കാൻ പ്രേരണ കൊടുത്ത ആരാ? മനസ്സ്. അപ്പൊ നോക്കിയ കണ്ണാണോ പാപി, അതോ നോക്കാൻ പ്രേരണ കൊടുത്ത മനസ്സാണോ പാപി? ഇതുകൊണ്ടാ മാനസാന്തരം മനസ്സിന്റെ അന്തരമാന്ന് പറയുന്നത്. Come to the point. You got it or not? ഹലോ. മാനസാന്തരം എന്ന് പറയുന്നത് കണ്ണിന്റെയോ കാലിന്റെയോ ചെവിയുടെയോ അല്ല, മനസ്സിന്റെ അന്തരം, മനസ്സിന്റെ മാറ്റമാണ്. കാരണം മനസ്സ് മാറിയാ ഞാൻ മാറും. പറഞ്ഞേ, മനസ്സ് മാറിയാ? ഉറക്കെ പറ. മനസ്സ് മാറിയില്ലെങ്കിലോ? ആര് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ മാറത്തില്ല. എന്നെ നിയന്ത്രിക്കുന്ന മുഴുവൻ ആരാ? പറഞ്ഞാട്ടെ, മനസ്സാ. ഇപ്പൊ ഇതാ ഈ വില്ലനെ നമ്മൾ തളയ്ക്കാൻ പോവാണേ. ആരാ വില്ലനെ നമ്മൾ തളയ്ക്കാൻ പോവാ? ആത്മാവിന് പ്രശ്നമില്ല. ആത്മാവിൽ ക്രിസ്തു ഇരിക്കുന്നതോടെ ആത്മാവ് എന്തായി? കംഫോർട്ടഡായി. ദേഹത്തിന് ആരുണ്ട്? അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ദേഹത്തിന് എന്തോ ഉണ്ട്? സൗഖ്യമുണ്ട്. പക്ഷെ വില്ലൻ ആരാന്നറിയോ? ഇതിനകത്ത വില്ലൻ എന്ന് പറയുന്നത് മനസ്സാ. അതുകൊണ്ട് ഡോക്ടർ ജീസസ് ആദ്യമേ ട്രീറ്റ് ചെയ്യുന്നത് ദേഹത്തെ അല്ല. ഡോക്ടർ ജീസസിന് മനസ്സിലാകും ഇവളുടെ രോഗം ആരംഭിച്ചിരിക്കുന്നത് ശരീരത്തിലല്ല, പിന്നെ എവിടാ? മനസ്സിലാ. എവിടെ പോയി? നീ ഇവിടെ ഇല്ലായിരുന്നു. എവിടെ പോയി? വന്നു. ഇപ്പോഴേലും വന്നല്ലോ. പുറകെ ഇരിക്കുന്നവർ എപ്പോ പോയതാണെന്നറിയോ? അവരിതുവരെയും വന്നിട്ടില്ല. മോളിപ്പോ എവിടെ പോയടാ? എയർപോർട്ടിലെത്തിയോ? ജസ്റ്റ് വണ്ടി കയറിയോളല്ലേ ഇവിടുന്ന്. ഇപ്പൊ വിളിച്ചു തന്നായില്ലേ? ഇനി എത്ര വണ്ടിക്കൂലി കൊടുത്തിട്ട് വരണേ? ഓടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഡോക്ടർ ജീസസ് മനസ്സിനെ ട്രീറ്റ് ചെയ്യാൻ പോവാ. റെഡിയാണോ? മിണ്ട. ഇങ്ങനെ ഒരൊറ്റ ഫിക്സ് വെച്ചിരിക്കുക. കണ്ണിങ്ങനെ സൂം ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും കാശ് തരാനില്ല. എന്നെ അങ്ങനെ നോക്കല്ലേ. വായിച്ചോ. ഹൃദയത്തിലെ ചിന്തനങ്ങളെ. ഡോക്ടർ ജീസസ് മൈൻഡിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നു. ഡോക്ടർ ജീസസ് ആരംഭിക്കുന്ന മൈൻഡിന്റെ ട്രീറ്റ്മെന്റ് എവിടാന്ന് നോക്കിയേ? ഹൃദയത്തിലെ ചിന്തകളെ. ഇവനാ ഒന്നാമത്തെ, മനസ്സിന്റെ അകത്തെ ഒന്നാമത്തെ വൈറസ് ഇതാ, ഒന്നാമത്തെ രോഗം ഇതാ. ക്യാൻസറിനെക്കാട്ടിലും മൂർച്ഛിച്ച സാധനം എന്നാ? ചിന്ത. പറഞ്ഞേ, ചിന്തനങ്ങൾ, തോട്ട്.
തോട്ട് പാറ്റേൺ, തോട്ട്സ്, ചിന്തകൾ. പറഞ്ഞേ, ചിന്തകൾ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചിന്തകളാണ് എന്നെ നിയന്ത്രിക്കുന്നത്. അത് ചിന്തിച്ചു, അത് ചെയ്തു. ചിന്തിച്ചില്ലായിരുന്നെങ്കിലോ ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ ചികിത്സിക്കേണ്ടത് ആരെയാ? ഒന്നാമത്തെ സാധനത്തെ അങ്ങ് എടുത്തു വെച്ചിട്ട് കീറി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായി മിണ്ട് ഉണ്ട്, തെരലസ്ഡായി ഉണ്ട്, അതെനിക്കറിയാലോ. ഓക്കെ, ഇങ്ങോട്ട് എടുത്തു വെച്ചു. ചിന്ത എടുത്തു വെച്ചെങ്കിൽ മരുന്ന് ഇനി എടുക്കേണ്ടത് റോമൻസ് 8 എടുത്തോണ്ട് വരാമോ? മരുന്ന് എവിടെയാ? റോമൻസ് 8 മരുന്ന് കിടക്കുന്നത്. മരുന്ന് എടുത്തോണ്ട് വാ. സാധനം എടുത്തു വെച്ചിട്ട് മരുന്ന്, എന്തോ നേഴ്സുമാരായത് എൻ്റെ പൊന്നച്ച. മരുന്ന് എടുത്തുകൊണ്ട് തരികയാണെങ്കിൽ പെട്ടെന്ന് സർജറി ചെയ്യാം. റോമൻസ് 8 പോയോ? 8:6. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത. ജഡത്തിന്റെ ചിന്ത ആത്മാവിന്റെ ചിന്ത. ജഡത്തിന്റെ ചിന്ത ഉറക്കെ പറ. ജഡത്തിന്റെ ചിന്ത, ഈ ഹൃദയത്തിന്റെ ചിന്ത, ദൈവാത്മാവ് വരുന്ന ഹൃദയത്തിന്റെ ചിന്ത. അടുത്ത വായിച്ച്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവന് സമാധാനമാകുന്നു. അടുത്തത്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അടുത്തത്, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. അടുത്തത്, നിങ്ങളോ ജഡസ്വഭാവമുള്ളവർ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അടുത്തത്, നിങ്ങളോ ദൈവത്തിന്റെ കം ടു ദ പോയിന്റ്. നിങ്ങളോ ദൈവത്തിന്റെ നിങ്ങളോ പറഞ്ഞോ, ഞാനോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. സ്വഭാവം ചിന്തയുടെ പ്രതിഫലനമാണ്. സാവിച്ചാൻ തലയിൽ ആന്റിനൊക്കെ വെച്ചിരിക്കുന്നു. സ്വഭാവം ഏതിന്റെയാ? റോങ് ബിഹേവിയർ ഏതിൽ നിന്നുള്ളതാ? റോങ് തോട്ടിൽ നിന്നുള്ളതാ. ഗുഡ് തോട്ടിൽ നിന്ന് ഗുഡ് ബിഹേവിയറേ ഉള്ളൂ. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളിങ്ങനെ ചുമ്മാ ഇരിക്കാമെന്ന് പറ ചേട്ടാ. അപ്പൊ ആത്മാവിന്റെ ചിന്ത വായിച്ചു. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, പിന്നെ ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പൊ മരുന്നെന്നാ? മനസ്സിനെ എടുത്തു വെച്ച് കീറി വെച്ചിട്ട് പെട്ടെന്ന് മരുന്ന് വെക്ക്. ഇങ്ങോട്ടിരിക്കും, താടി കൈയും കൊടുത്ത് ഇരിക്കുക. എന്തോ ചെയ്യണം? എന്തോ ചെയ്യണം? അതിനെന്താ പറഞ്ഞേ? നിങ്ങളോ, അതാ പറഞ്ഞേ, ഉറക്കെ പറ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പൊ ആത്മസ്വഭാവത്തിന്റെ അടിസ്ഥാനം എന്താ? ആത്മാവ് വസിക്കണം. അപ്പൊ ചിന്ത മാറണം. എന്ത് ചെയ്യണം? മിണ്ടിയില്ല. ആത്മചിന്ത കയറണം. പറഞ്ഞേ, ആത്മചിന്ത എങ്ങനെയാ കയറുന്നേ? ആരിയ്ക്കുന്നു അയാളുടെ ചിന്തയാ ഉണ്ടാകുന്നേ. ആത്മാവിന്റെ ചിന്ത ഉണ്ടാകണം. എന്ത് ചെയ്യണം? ആത്മാവ് വസിക്കണം. അവരൊക്കെ പറഞ്ഞ് ആത്മാവ് വസിക്കണം. അപ്പൊ മനസ്സിന്റെ ട്രീറ്റ്മെന്റ് ഡോക്ടർ ജീസസ് ആരംഭിക്കുന്നു.